പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന ദൈവമേ, അങ്ങേ പാദാന്ത്യത്തില് കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി അണയുവാൻ ഞങ്ങൾക്ക് അവിടെ നൽകിയ ഭാഗ്യത്തെ, അവസരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സമ്മേളിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സമ്മേളിച്ചിരിക്കുക. കർത്താവായ യേശുവിന്റെ ശക്തി നിങ്ങളുടെ മധ്യ സന്നിഹിതമായിരിക്കെ എഴുതിയിരിക്കുന്ന ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനെ ഞങ്ങളുടെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് കണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, നന്ദി പറയാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദാവീദ് പറയുന്ന പോലെ, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണുന്നു. അവൻ എൻ്റെ വലത് കൈ പുറത്തുള്ളതിനാൽ എൻ്റെ ആത്മാവും ജഡവും കർത്താവിൽ ആമോദിക്കുന്നു. എപ്പോഴും കൺമുമ്പിൽ ഞങ്ങളുടെ കർത്താവിനെ കണ്ട് ആത്മാവിലും ജഡത്തിലും സന്തോഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അവിടെ നിന്ന് കേട്ടറിയണമേ. നമുക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. പാട്ടുപുസ്തകത്തിലെ 81. ഇടയിൽ ഒരു വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ എന്റെ പ്രിയനെ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വിശുദ്ധനാമൻ സൗന്ദര്യ സമ്പൂർണ്ണനേ, വിശുദ്ധനാമൻ സൗന്ദര്യ സമ്പൂർണ്ണനേ. ഞാനെന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തൈലം പോൽ നിന്നാമം പാടിൽ സൗരഭ്യം വീശുന്നതാ, തൈലം പോൽ നിന്നാമം പാടിൽ സൗരഭ്യം വീശുന്നതാ. കണ്ണാടിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ, കണ്ണാടിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ
പാട്ടുപുസ്തകത്തിലെ 61 61. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ നന്മയാലെ മായിക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവനന്മയ്ക്കായി പരിചരിക്കുന്നു ദൈവസ്ഥലമനുസരിച്ച നമുക്കരുളീർവാനാഗ്രഹം കൃപയാലുടേലുമേ ബലമാണിയിലുമേ കൃപയാലുടേലുമേ ബലമാണിയിലുമേ മധുരമായി മാറ്റിയിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും
പാഠപുസ്തകത്തിലെ 393 393.
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എല്ലാവരും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം, സമയം എടുക്കണം. അതിനുവേണ്ടി സമയം കൂടുതൽ ജസ്റ്റ് ഹാഫ് ആൻ അവറേ മെസ്സേജ് പറയുന്നുള്ളൂ. അപ്പം എല്ലാവരും, കാരണം ഈ അറിയാവുന്ന സ്ഥലം ഐസിയ 43 എടുക്കണ്ട, ഞാനത് പറയാം. ഐസിയ 43:21 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, എനിക്കായി ഞാൻ രൂപപ്പെടുത്തിയ ജനം എൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും. നമ്മൾ ഇതിലും വായിക്കുന്നുണ്ട് ഹീബ്രൂസിൽ, ദി മിഡ്സ്റ്റ് ഓഫ് ദി അസംബ്ലി ഐ വിൽ പ്രൊക്ലെയിം ഹിസ് പ്രൈസസ്. അപ്പം നമ്മൾ കർത്താവിനെ സ്തുതിക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കണം. നമുക്ക് ബൈബിൾ സ്റ്റഡിക്ക് സമയമുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഉണ്ട്, മോർ ടൈം എടുക്കണം. ഇപ്പം ഇത് ഈ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുകയത്, ലോകത്തെ മറന്നിടുവാൻ എല്ലാം ഛേദമെന്ന് എണ്ണിയിടുവാൻ ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ്, ലോകത്തെ മറന്നിടുവാൻ എല്ലാം ഛേദമെന്ന് എണ്ണിയിടുവാൻ. കാരണം നമ്മൾ ഫസ്റ്റ് ജോണിൽ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിലുള്ളതെല്ലാം കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം കടന്നു പോകും, പാസിങ്, ബട്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ എന്നും നിലനിൽക്കും. ഗലേഷ്യൻസ് 2:20 ജസ്റ്റ് അതിൽ നിന്നൊരു ബ്രീഫായിട്ട്, കൃത്യം എക്സാക്ട്ലി 30 minutes ഞാൻ മെസ്സേജ് പറയത്തുള്ളൂ. ബാക്കിയുള്ള സമയം എല്ലാവരും ഉപയോഗിക്കണം. പാട്ട് പാടണം, കർത്താവിനെ സ്തുതിക്കണം. കർത്താവിനെ സ്തുതിക്കുമ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, Psalm 22. അപ്പോൾ കാരണം ദൈവത്തിന് നമ്മുടെ സ്തുതി ആവശ്യമായിട്ടല്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. കാരണം മനുഷ്യനെ ദൈവം അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്,
ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ പ്രൈസ് ചെയ്ത്, ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ പലപ്പോഴും ആൾക്കാർ പറയാറില്ലേ, ഇത്രയും സമയം നമ്മൾ ദൈവത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുകയായത്, ഇനി നമുക്ക് ദൈവത്തിന് കൊടുക്കാം. നോ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്, ദൈവത്തിന് പാടുന്നത്, ഇത് കാണുമ്പോൾ ദൈവം അങ്ങ് പൊങ്ങുന്ന ദൈവമല്ല. ഇറ്റ് ഈസ് നീഡഡ് ഫോർ അവർ വെൽബീയിങ്, അവർ സ്പിരിച്വൽ ബെറ്റർമെന്റ്. അപ്പൊ ഗലേഷ്യൻസ് 2:20 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ്. അവൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്തു. ആ സെന്റൻസ് ഒരു സെന്റൻസ് ആണെങ്കിൽ 2 പാർട്ടുണ്ട്. ഒന്ന്, I am being crucified with the Lord. 2:20 in English, I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for me. അപ്പോൾ ഇത് 2 പാർട്ടാണ്. ഒന്ന്, നമ്മളില്ലാതായി തീർന്നു. ഓക്കെ, ഇത് അതിന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതൊരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് വെരി റീസെന്റ് രക്ഷിക്കപ്പെട്ടവർ കാണും, 10 വർഷമായവർ കാണും, 30 വർഷമായവർ കാണും. Nobody is totally dead. At the same time, different levels നമ്മൾ നിൽക്കുക. The more you are no more, അത്രയും ജീവിതേ നമുക്ക് ക്രിസ്ത്യ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ ഓൾ ഔട്ട് എഫേർട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് തന്നെത്താൻ ഉണ്ടാകത്തില്ല. ഇത് അതായത് തന്നെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെയിൻഫുൾ അഫെയർ. ക്രൂശീകരണം തന്നെ പെയിൻഫുൾ ആണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമായിട്ടല്ല. നോ, ഇപ്പോ ഈ പണ്ടത്തെ ആയുർവേദ കഷായങ്ങളുണ്ട്, എല്ലാം വെരി ബിറ്റർ ഇൻ ടേസ്റ്റാണ്. പക്ഷെ അത് കുടിക്കുന്നത് ഇറ്റ്സ് നീഡഡ്. സെയിം വേ ജഡത്തെ ക്രൂശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. കാരണം ജഡത്തിന്റെ ഇംഗിതം ആത്മാവിന്റെ ഇംഗിതത്തിന് എതിരാണ്. കാരണം നമ്മൾ ജഡത്തിൽ അവസിക്കുന്നത്. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത്, ചിന്തിക്കേണ്ട പോയിന്റാ, നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടമാണ്. ആത്മാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന്റെ ഓപ്പോസിറ്റാണ്. കാരണം നമ്മുടെ ദീർഘകാല ജീവിതം വിത്തിൻ ദി ഫ്ലഷ് ഒത്തിരി കാലം ജീവിച്ചത് കൊണ്ട് നമ്മുടെ ഡിസയറും ഫ്ലഷിന്റെ ഡിസയറുമായിട്ട് കൺഫോംഡ് വൺ ആൻഡ് ദി സെയിം. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഗലേഷ്യൻസില്, അതുകൊണ്ടാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. ഗലേഷ്യൻസ് 5 എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി ബുദ്ധിയായിട്ട് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. ഗലേഷ്യൻസ് 5 ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ പോൾ പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തി 5:16 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ പറയുന്നു, ആത്മാവിൽ വ്യാപരിക്കുക, ജഡത്തിന്റെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താൻ യത്നിക്കരുത്. ജഡത്തിന്റെ അഭിലാഷങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. ഈ അഭിലാഷങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നിയമത്തിന് വിധേയരല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ. അപ്പോൾ ഇതില് കണ്ട പൗലോസ്, ഞാനിത് പണ്ട് വായിക്കുമ്പോൾ ഓർക്കാം, എന്താ പൗലോസ് അങ്ങനെ എഴുതിയേക്കുന്നത്? അതായത് ഈ അഭിലാഷങ്ങൾ പരസ്പരം വിരുദ്ധങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്. അപ്പോൾ വി ആർ കൺഫോം ടു ദി ഫ്ലഷ്. അത് നമ്മൾ പറയുന്നത് ഫ്ലഷാണ്. നമ്മൾ ഫ്ലഷിൽ ജീവിച്ച് 10, 20, 25, 30 വയസ്സ് വരെ ഫ്ലഷിൽ ജീവിച്ച് നമ്മുടെ എല്ലാ ഡിസയർ എന്ന് പറയുന്നത് ഫ്ലഷിന്റെ ഡിസയറാണ്. കാരണം നമ്മൾ ആത്മാവിലാകണമെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ്. കാരണം നാച്ചുറൽ മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാം ഫ്ലഷ്ലി ഡിസയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലോകം മുഴുവൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഫ്ലഷിന്റെ ഡിസയറിലാണ് പോയിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ എഴുതിയേക്കുന്നത്, തവിത വീഴ്ച, എല്ലാ പാപങ്ങളും. കാരണം ഇത് നാച്ചുറൽ. ഇപ്പം പിള്ളേരെ നുണ പറയാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ നുണ പറയും. ആരെങ്കിലും പറഞ്ഞു, ഏതെങ്കിലും കാരണന്മാർ പറഞ്ഞു കൊടുക്കുക പിള്ളേരോട് നുണ പറയാൻ? നെവർ. ബട്ട് ദേ വിൽ ടെൽ ലൈസ്. ഇറ്റ്സ് ബിക്കോസ് ആ ജഡത്തിൽ നമ്മൾ ജനിച്ചേക്കുന്നു, പാപത്തിൽ ജനിച്ചേക്കുന്നു, പാപത്തിൽ മരിച്ചാണ്. വി ആർ ബോൺ വിത്ത് എ ഡെഡ് സ്പിരിറ്റ്. നമ്മൾ ജീവനുള്ള ആത്മാവിലല്ല നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ആത്മ മരിച്ച ആത്മാവോട് കൂടി നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അത് പിന്നെ ജീവൻ പ്രാപിക്കണം. ജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വീണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലും ജീവൻ ഉണ്ടാകത്തുള്ളൂ. അതർവൈസ് വി ആർ ഓൾ ഡെഡ്. അതുകൊണ്ടാണ് നിങ്ങൾ മൃതരായിരുന്ന നിങ്ങൾ എന്ന് എഫേഷ്യൻസ് 2 എഴുതിയേക്കുന്ന, പാപങ്ങളാലും അതിക്രമങ്ങളാലും മൃതരായിരുന്ന നിങ്ങളോട് കരുണ കാണിക്കാൻ ദൈവം പ്രസാദിച്ചു. അപ്പൊ ഇതില് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് പറഞ്ഞേക്കുന്നത്, പൗലോസ് അത് 100% അറ്റൈൻ ചെയ്തോ എന്ന് നമുക്കറിയത്തില്ല.
അറ്റൈൻ ചെയ്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ നമ്മളെല്ലാം ഡിഫറെന്റ് ലെവൽസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ജഡത്തിൽ വസിക്കും, ജഡത്തെ നമുക്ക് ഫുള്ളായിട്ട് ക്രൂസിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ, അതായത് ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയി, ഇനി ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടോന്ന്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിൽ ക്രിസ്തു ആണോ ജീവിക്കുന്നത് എന്നുള്ളത് എന്നെ കാണുന്നവരാ പറയേണ്ടത്. കാരണം നിന്റെ സ്വന്തം വായല്ല, മറ്റൊരുവന്റെ വായാണ് നിന്നിൽ ജീവിക്കുന്നത്, നീയാണ് ക്രിസ്തു ആണെന്ന് പറയേണ്ടത്. കാരണം ഞാൻ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് എന്നിലൂടെ വെളിപ്പെടുന്നതെങ്കിലാണ് ഞാൻ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു പറയാൻ പറ്റും. അതർവൈസ് എവരിബഡി വിൽ സേ ഇറ്റ്. അതിനകത്തൊരു കാര്യമില്ല. അപ്പൊ പൗലോസ് പറയാൻ, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനില്ല. അപ്പൊ നമ്മുടെ ജീവിതം എടുത്ത് നോക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡിസയർ ആണോ? ശരി, നമ്മുടെ ഡിസയർ വരും. കാരണം നമ്മുടെ എല്ലാം ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഡെഫിനറ്റ്ലി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് തരുന്ന ആളാണ്. ഇഫ് യു ആർ ഗോയിങ് ടു നെഹമ്യ 9:20 വായിക്കുമ്പോൾ, അത് പരിശുദ്ധാത്മാവിന്റെ ഒരു മിനിസ്ട്രിയാണ്. നെഹമ്യ 9:20 നമ്മളിങ്ങനെ വായിക്കുന്നത്, നീ അവർക്ക് ശിക്ഷണം നൽകാൻ നിന്റെ നല്ല ചൈതന്യം നൽകി. അതായത് നീ അവർക്ക് ശിക്ഷണം നൽകാൻ നിന്റെ നല്ല ചൈതന്യം നൽകി. അപ്പൊ ശിക്ഷണം എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുക എന്നുള്ള അർത്ഥമല്ല. ശിക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷണത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ ഈ ശിക്ഷണത്തിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നൽകിയേക്കുന്നത്. അപ്പൊ നാച്ചുറലി നമുക്ക് ജഡത്തിന്റെ ഡിസയർ നമ്മുടെ പഴയ മനുഷ്യൻ തലവെക്കും. പക്ഷെ പരിശുദ്ധാത്മാവുണ്ട് ശിക്ഷണം നൽകാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ജഡത്തെ കണ്ടിന്യൂസ്ലി ക്രൂശിച്ചുകൊണ്ടിരുന്നാല് ഇതെങ്ങനെയാ? നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ 100% നമ്മൾ വി ആർ ഇൻ ഫ്ലഷ്, 100%. അതുകൊണ്ട് ഫസ്റ്റ് പീറ്ററിൽ നമ്മൾ വായിക്കുന്നത്, പാപങ്ങളിലും അകൃത്യങ്ങളിലും മൃതരായിരുന്ന നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് അല്ല, ഇപ്പോൾ നവജാതരായ ശിശുക്കളെ പോലെ എല്ലാ കള്ളത്തിലും എല്ലാ കാപട്യവും എല്ലാ വഞ്ചനയും എല്ലാ വ്യാജഭാവവും കളഞ്ഞ് രക്ഷയിലേക്ക് വളർന്നു വരാൻ നവജാതരായ ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത. അപ്പൊ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദർ ഈസ് നോ ഡിഫറൻസ്. കുരിശ കിടന്ന കള്ളനും എൻ്റെ ഇടതുവയസ്സ് കിടന്ന കള്ളനും വലതുവയസ്സ് കിടന്ന കള്ളനും തമ്മിൽ ക്യാരക്ടറിൽ ഒരു വ്യത്യാസമില്ല. ബോത്ത് ആർ സെയിം, ബട്ട് ഹി വാസ് ജസ്റ്റിഫൈഡ്. സെയിം വേ നമ്മുടെ ജീവിതത്തിൽ ഈ ജഡത്തെ എത്രത്തോളം ക്രൂശിക്കുന്നോ അത്രത്തോളം മാത്രമേ ക്രിസ്ത്യൻ ലൈഫ് വെളിപ്പെടുത്തുള്ളൂ. 2 Corinthians 4:10 വായിക്കുമ്പോൾ, ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്താലേ വരൂ, താനെ വരില്ല, നെവർ. ശരി, നമ്മുടെ ജഡത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു, ഇമ്മീഡിയറ്റ്ലി അതിനെ ക്രൂസിഫൈ ചെയ്യുക. തെറ്റാണെങ്കിൽ മാനസാന്തരപ്പെടുക. ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടതാണ് ദൈവത്തോട് ക്ഷമ ചോദിക്കുക, മനുഷ്യനോട് ക്ഷമ ചോദിക്കേണ്ടതാണ് മനുഷ്യനോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ ജഡത്തെ ക്രൂശിക്കുന്നത്. 4:10 നമ്മളിങ്ങനെ വായിക്കുന്നത്, അതായത് യേശുവിന്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ സദാ സംവഹിക്കുന്നു, അങ്ങനെ യേശുവിന്റെ ജീവനും ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു. അതായത് യേശുവിന്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ സദാ സംവഹിക്കുന്നു. അതപ്പോൾ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ ഓൾ ഔട്ട് എഫേർട്ട് എടുത്ത് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂസിഫൈ ചെയ്യുന്നോ, ഓൺലി ടു ദാറ്റ് എക്സ്റ്റെന്റ്. നമ്മൾ 20% നമ്മൾ പഴയ മനുഷ്യനെ ക്രൂസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ക്രിസ്ത്യൻ ലൈഫ് വെളിപ്പെട്ടുണ്ടാവും. നമ്മൾ 60% ക്രൂസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 60% ക്രിസ്ത്യൻ ലൈഫ് വെളിപ്പെട്ടുണ്ടാവും. നമ്മൾ ഒന്നും ക്രൂസിഫൈ ചെയ്തിട്ടില്ല എന്ന് കരുതി നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഗലേഷ്യൻസ് 4:1 നമ്മൾ വായിക്കുന്ന, ഒരു ശിശു ആയിരിക്കുന്നിടത്തോളം കാലം നോ ഡിഫറൻസ്, തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളൊരു എന്താ പറയുന്നത്, ദി മോർ വി ആർ ക്രൂസിഫൈങ് അവർ ഫ്ലഷ്, ദി മോർ ക്രിസ്ത്യൻ ലൈഫ് വിൽ ബി റിവീൽഡ്. അപ്പൊ ഇതില് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ എഴുതിയേക്ക് നമുക്ക് ദൈവത്തിന്റെ ടാർഗറ്റ്സ് ആണ്. അതായത് നമ്മൾ ക്രിസ്തുവിനോടുകൂടി മരിച്ച് ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയും ടാർഗറ്റാണ്, ദൈവത്തിന്റെയും ടാർഗറ്റ്. അപ്പൊ ദൈവത്തിന്റെ ഈ ലക്ഷ്യത്തോടു കൂടി നമ്മൾ സഹകരിക്കുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 Thessalonians 5:23-24 വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. ഈ പൂർണ്ണമായിട്ടുള്ള പവിത്രീകരണമാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന കണ്ടീഷൻ. പൂർണ്ണമായി സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. ഗോഡ് ഈസ് നോട്ട് ഹാപ്പി വിത്ത് 99% സാങ്ക്ടിഫിക്കേഷൻ. ഈ 99% സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ആളെ 100ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വായിക്കുന്നതല്ലേ, മുന്തിരിച്ചെടിയുടെ ഉപമയില് ഫലം കായ്ക്കുന്നതിനെ അങ്ങ് വിട്ടേക്കുമല്ല, കൂടുതൽ വിട്ടു.
ഫലം കായ്ക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫലം കായ്ക്കാത്തതിനെ വെട്ടി റിമൂവ് ചെയ്യും. അതായത് ഇപ്പം നോക്ക്, നമ്മൾ രക്ഷിക്കപ്പെട്ട് മേ ബി മെനി ഇയേഴ്സ് അല്ലെ ഒരു വർഷമായിട്ടുണ്ടാകുള്ളൂ. ഈ രക്ഷിക്കപ്പെട്ടപ്പോഴത്തെ കണ്ടീഷനിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ടൈമിൽ, ഈ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ പഠിക്കുന്നവരാണ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ടൈമിലി സ്മോൾ, ദർ ഇസ് സ്കോപ്പ്. അതൊന്നും ഒരു വ്യത്യാസവും ഇല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങനെയാണ്. ദാറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതൊരു അലേർട്ടഡ് ആകേണ്ട സിറ്റുവേഷനാണ്. അപ്പൊ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. ഇനിയുള്ള ശ്രദ്ധിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നിങ്ങളുടെ അരൂപിയും ആത്മാവും ശരീരവും, ഇംഗ്ലീഷിലാണ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, കുറ്റമറ്റതും നിർമ്മലവുമായിരിക്കട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അത് നിറവേറ്റും. നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നിടത്തും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നിടത്തും ഒക്കെ. ബട്ട് ഇറ്റ് ഈസ് ട്രൂ അറ്റ് ദി സെയിം ടൈം. ഇവിടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളെ സമ്പൂർണമായിട്ട് ദൈവം സാങ്ക്ടിഫൈ ചെയ്യും. അതായത് നമ്മുടെ ദൈവം, കാരണം കർത്താവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുന്നത് ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കും. എന്തിനാ? പ്രസന്റ് ചെയ്യാനാണ്. നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് കർത്താവിന്റെ ആഗമനത്തിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാൻ. അതിനുള്ള ദൈവത്തിന്റെ സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹീബ്രൂസ് 12 ഒരു ചാപ്റ്റർ മുഴുവൻ സെറ്റപ്പാർട്ട് ചെയ്തേക്കുന്നത് എങ്ങനെ ദൈവം ഇത് അക്കംപ്ലീഷ് ചെയ്യുന്നു എന്നുള്ള. ഹീബ്രൂസ് 12:10 അറിയാൻ സ്ഥല അതിന്റെ ലക്ഷ്യം, അതായത് ബാലശിക്ഷകളെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ, ബാലശിക്ഷയെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ 12:10 അതിന്റെ ലക്ഷ്യം എഴുതിയിരിക്കുന്നത്. ഇത് നമ്മളെല്ലാം അറിഞ്ഞേ പറ്റും. ഇത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. നമ്മൾ ആ ലക്ഷ്യം മനസ്സിലാക്കിയില്ലേ നമുക്ക് പ്രശ്നം. അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമുക്ക് ശിക്ഷണം നൽകി. അവനോ അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ നമ്മുടെ നന്മയ്ക്കായി നമുക്ക് ശിക്ഷണം നൽകി. ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല, വേദനാജനകമാണ്. പിന്നീട് അങ്ങനെ പരിശീലനം നേടിയവർക്ക് അത് നീതിയുടെ സമാധാന ഫലം നൽകും. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നോക്കാം. നമ്മളിപ്പം എല്ലാവരും ഒരേ വിശുദ്ധിയിലല്ല. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ അറിയണത് എന്താണ്? വിശുദ്ധി എന്ന് പറയുന്നത് കൺഫോമിറ്റി ടു ദി ഇമേജ് ഓഫ് ദി ലോർഡാണ്. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ സ്വഭാവം പ്രാപിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ വിശുദ്ധി. അല്ലാതെ വേറെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ പ്രാപിക്കാതെ വരുമ്പോഴാണ് ദൈവം ശിക്ഷണം നൽകും, പരിശുദ്ധാത്മാവ് വാണിംഗ് നൽകും. 1 തവണ 2 തവണ അതിൽ ചെയ്യാൻ, എന്നിട്ട് കൊച്ചു ശിക്ഷകൾ ദൈവം തരും. കാരണം ദൈവം ലോർഡ് ഈസ് കമ്പാഷനേറ്റ്. അപ്പൊ അത് അറ്റ് ദി സെയിം ടൈം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, നമുക്ക് വി ഹാവ് ടു സെറ്റ് എ ബെഞ്ച് മാർക്കിംഗ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നോട്ട് അറ്റൈൻ ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുത്തിടെ എടുത്തൊരു തീരുമാനം. അതായത് ഐ വാണ്ട് ടു ലീവ് മോർ ദാൻ ലോർഡ്സ് എക്സ്പെക്ടേഷൻ. കർത്താവിന് എന്നെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത കർത്താവിൻ്റെ എക്സ്പെക്ടേഷനേക്കാൾ ഒരു അളവ് മുമ്പോട്ട് ഉള്ള ഒരു ഇത് അറ്റൈൻ ചെയ്യാനായിട്ട്. അപ്പം ഐ സിൻസിയർലി ഡിസയർ. അപ്പോൾ ദൈവം ഈ കൃപ തരും. കാരണം ഈ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൃപ തരാതിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ആ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ദൈവത്തിന്റെ എക്സ്പെക്ടേഷനേക്കാൾ ഒരളവ് കൂടി, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്മോൾ, ഒരളവ് കൂടി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും ദൈവം കൃപ തരും. കാരണം ഡിസയർ ചെയ്യുന്നവർക്ക്, അത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നത്, കർത്താവിനോട് സ്നേഹിക്കുന്നവർക്ക് ദൈവം കൃപ നൽകും. എഫേഷ്യൻസ് ലാസ്റ്റ് വേർഡ് അതാ. അതായത് അക്ഷയമായ സ്നേഹത്തോടെ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക്, that is a beautiful word. Ephesians 6 ലാസ്റ്റ് വേർഡില് അത് ഭയങ്കര ഹൃദയസ്പർശിയ. ആ വേർഡ് എങ്ങനെ നമുക്ക് കൃപ കിട്ടുന്നത് 24 വായിക്കുമ്പോൾ 6:24 നമുക്ക് അക്ഷയമായ സ്നേഹത്തോടെ, കാരണം സ്നേഹത്തിന് ക്ഷയം ഉണ്ടാകാൻ പാടില്ല. ക്ഷയം മീൻസ് വീഴ്ച അല്ലെ കുറവ്. അക്ഷയമായ സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ടായിരിക്കട്ടെ. ദി മോർ യു ആർ ലവിങ് ദി ലോർഡ്, മോർ ഗ്രേസ് വിൽ ബി വിത്ത് us. നോക്ക്, അപ്പൊ നമുക്ക് ഏതെങ്കിലും ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം കൃപയില്ലാത്തതുകൊണ്ടാണ്. കാരണം മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. വേർ എവർ വി ആർ ഫെയിലിംഗ്, ഇറ്റ് ഈസ് ബിക്കോസ് നമുക്ക് ആവശ്യത്തിനുള്ള കൃപയില്ലാതിന് ഒരു റീസൺ, only one reason, we are not loving the Lord to the extent we are supposed to. നമുക്ക് കർത്താവ് സ്നേഹത്തിന് അർഹനാണ്, എല്ലാ രീതിയിലും യോഗ്യനാണ്. കർത്താവിനെ നോക്ക്, ബാക്കി മനുഷ്യർക്കെല്ലാം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. അറ്റ് ദി സെയിം ടൈം ലോർഡ് ഈസ് പെർഫെക്റ്റ്. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അവർ ഫെയിലിയർ. അതായത് അക്ഷയമായ സ്നേഹത്തോടെ
കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരേണ്ടവരാണ്. ഈ ജെറമ്യ 31:3 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. ഇല്ല, കിട്ടിയ ആരെങ്കിലും വായിക്കും? ഇല്ല, ഞാൻ വായിക്കും. ജെറമ്യ 31:3. കർത്താവ് വിദൂരത്തിൽ നിന്ന് അയാൾക്ക് പ്രത്യക്ഷനായി, ഒടുങ്ങാത്ത സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ ഞാൻ നിന്നോട് എന്റെ അചഞ്ചല സ്നേഹം പുലർത്തിപ്പോയിരുന്നു. അവയുടെ നാളെ ഒടുങ്ങാത്ത സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒടുങ്ങാത്ത സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നോട് അചഞ്ചല സ്നേഹം പുലർത്തിപ്പോയിരുന്നു. നമുക്ക് ദാറ്റ് ഈസ് ദി ലവ് ഓഫ് ദി ലോർഡ്. ഒടുങ്ങാത്ത സ്നേഹം ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് കർത്താവ് വിദൂരത്തിൽ നിന്ന് അയാൾക്ക് പ്രത്യക്ഷനായി. ഇസ്രായേലിനെ കുറിച്ച് അത് നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ഇൻഡിവിജ്വലി നമ്മളെ സംബന്ധിച്ച കർത്താവ് വിദൂരത്തിൽ നിന്ന് പ്രത്യക്ഷനായി, ഒടുങ്ങാത്ത സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ ഞാൻ നിന്നോട് എൻ്റെ അചഞ്ചല സ്നേഹം പുലർത്തി പോരുന്നു. Then going to Isaiah 49:13 തുടങ്ങി വായിക്കുമ്പോൾ കിട്ടുന്നാണെങ്കിൽ പെട്ടെന്ന് വായിക്കട്ടോ, നമ്മുടെ സമയം. Isaiah 49:13 തുടങ്ങി വായിക്കുമ്പോൾ ഭൂമിയെ ആഹ്ലാദിക്കൂ, പർവ്വതങ്ങളെ മതിമറന്നു പാടും, കാരണം കർത്താവ് തന്റെ ജനത്തെ സമാശ്വസിപ്പിച്ചിരിക്കുന്നു, തന്റെ പീഡിതരുടെ മേൽ അവന് കാരുണ്യമുണ്ടായിരിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, സിയോൻ നമ്മൾ പറയുന്ന പലപ്പോഴും സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മയ്ക്ക് പുത്രനോട് കാരുണ്യം കാട്ടാതിരിക്കാൻ കഴിയുമോ? അവർ മറന്നിരുന്നാലും നിന്നെ ഞാൻ മറക്കില്ല. നോക്കൂ, നിന്നെ ഞാൻ എന്റെ ഉള്ളം കൈയിൽ അങ്കനം ചെയ്തിരിക്കുന്നു, നിന്റെ കോട്ടമതിലുകൾ. അതെ, അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന മെനി ടൈംസ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കട ദൈവം എന്നെ മറന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന 14 സിയോൻ, അത് നമ്മുടെ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മയ്ക്ക് പുത്രനോട് കാരുണ്യം കാട്ടാതിരിക്കാൻ കഴിയുമോ? അവർ മറന്നിരുന്നാലും നിന്നെ ഞാൻ മറക്കില്ല. നോക്കൂ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ അങ്കനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം, കാരണം ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയാലേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ഒടുങ്ങാത്ത സ്നേഹത്തോടെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം. Then Psalm 27:10 വായിക്കുമ്പോൾ എന്റെ അപ്പനും അമ്മയും എന്നെ കൈവിടിഞ്ഞാലും കർത്താവ് എന്നെ സ്വീകരിക്കും. യെസ്, അപ്പനും അമ്മയും ഒരുപക്ഷെ ഫോഴ്സേക്ക് ചെയ്തേക്കാൻ തോന്നില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ സ്വീകരിക്കും. അപ്പൊ ഈ ദൈവത്തിന്റെ ഈ ഗ്രേറ്റ് ലവ് മനസ്സിലാക്കിയാൽ, ഒടുങ്ങാത്ത സ്നേഹം. എന്നിട്ട് ഇഫ് യു ആർ ഡെഫിഷ്യന്റ് ഇൻ ലവിങ് ദി ലോർഡ്, ദുഃഖകരെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. കാരണം ഒരു എക്സ്ക്യൂസും ഇല്ലാത്തൊരു പാപം അത്. ഈ സ്ഥലം ഞാൻ നോക്കുന്നില്ല, ഒരു സ്ഥലത്ത് ദൈവം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഐ തിങ്ക് ആമോസ് 6 തോന്നുന്നു, മേ ബി റോങ്. ആമോസ് 6 അതോടെ വായിക്കും, 6:8 തുടങ്ങി വായിക്കുമ്പോൾ ഒരു സെക്കൻഡ്, അല്ല അതല്ല, എനിക്ക് ഹോശിയായിരിക്കും. അല്ല, കണ്ടില്ല പോട്ടെ, ഹോശിയ അല്ല. അതിനകത്ത് ദൈവം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല? ഞാൻ സ്ഥലം ഓർക്കുന്നില്ല, എന്നാലും അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ഥലം കറക്റ്റ് ഓർക്കുന്നില്ല. അത് അപ്പൊ ഇങ്ങനെ ദൈവം ചോദിക്കുന്ന, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല? അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ദാറ്റ്സ് മീക്ക എന്നെടുക്കോ. മീക്ക 6:3 തുടങ്ങി വായിക്കുമ്പോ, എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏത് വിധത്തിലാണ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചത്? എന്നെ ഉത്തരം പറയൂ. അതെ, അപ്പൊ ഇതില് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ജനമേ, നമ്മൾ കർത്താവിന്റെ ജന, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏത് വിധത്തിലാണ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചത്? എന്നോട് ഉത്തരം പറയൂ. ഞാൻ നിന്നെ ഈജിപ്റ്റ് ദേശത്ത് നിന്ന് ആനയിച്ചു,
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ദൈവം നമ്മളെ രക്ഷിച്ച കാര്യം അത്. ഈ ഇസ്രായേലിനോട് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചും കറക്റ്റാണ്. നമ്മളെല്ലാം പല രീതിയിലുള്ള ഈജിപ്തിലായിരുന്നു. അടിമഭവനത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്നെ നയിക്കാൻ ഞാൻ മോശയും അഹ്റോനെയും മിറിയാമിനെയും തന്നു. എൻ്റെ ജനമേ, മോവാബ് രാജാവായ ബാലാക്ക് ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം ബെയോറിന്റെ പുത്രനായ ബലിയാം അയാൾക്ക് നൽകിയ മറുപടിയും ഓർമ്മിക്കുക. അതായത് അവിടെ എഴുതുന്ന ഓർമ്മിക്കുക, ശിത്തീം മുതൽ ഗിൽഗാൽ വരെ എന്ത് സംഭവിച്ചെന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ആസ് ഓൺ ഡേറ്റ് നമ്മളിവിടെ എത്തിച്ചേർന്നു എന്ന് ഓർമ്മിച്ചാൽ വി വിൽ ലവ് ദി ലോർഡ് ഫോർ എവരിബഡി. ഒരു വ്യത്യാസമില്ല ഇതിനകത്ത്. ഇപ്പം കൊറിന്തോസുകാരോട് പൗലോസ് പറയുന്ന പോലെ നിങ്ങളുടെ വിളി തന്നെ ചിന്തിച്ചു നോക്കും. നിങ്ങൾ ആരും വലിയ ആൾക്കാരായിരുന്നില്ല, നിങ്ങൾ വലിയ കുലീനരായിരുന്നില്ല, നിങ്ങൾ ആഭിജാതരായിരുന്നില്ല. അതായത് ആഭിജാതനെ ലജ്ജിപ്പിക്കാൻ ദൈവം കുലീനം അല്ലാത്തവരെ തിരഞ്ഞെടുത്തു. ധനികരെ ലജ്ജിപ്പിക്കാൻ സമ്പന്നരല്ലാത്തവരെ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ലോകത്തിൽ വലിയ ആൾക്കാരെ ലജ്ജിപ്പിക്കാൻ ഒന്നും അല്ലാത്തവരെ തിരഞ്ഞെടുത്തു. നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരെ. സ്റ്റിൽ ദൈവം ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു, എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല. നമുക്ക് ലെറ്റ് us സ്റ്റോപ്പ് ലിവിങ് ഫോർ ourselves. ഈ ജോൺ 12:24 വായിക്കുമ്പോൾ, ജോൺ 12:24 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇങ്ങനെ എഴുതിയേക്കുന്നത് ഞാൻ വായിക്കാം. കോതമ്പ് മണി മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അഴിയുന്നെങ്കിലോ അത് വളരെ വിളവ് നൽകും. സ്വജീവനെ സ്നേഹിക്കുന്നവൻ, അതാ നമ്മുടെ പഴയ മനുഷ്യൻ, ജഡം. സ്വജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ സ്വജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ സൂക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരണം. ഞാൻ ഉള്ളിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ആദരിക്കും. ദി വേൾഡ് മേ ഹേറ്റ് യു. വേൾഡ് നമ്മളെ റബ്ബിഷ് എന്ന് വിളിച്ചിരിക്കും. വേൾഡിൽ നമുക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നിരിക്കത്തില്ല. അറ്റ് ദി സെയിം ടൈം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിനെ പിൻപറ്റുമ്പോൾ, കർത്താവ് ഒരു കാര്യം അവിടെ പറയും, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരണം. ഞാൻ ഉള്ളിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. ഞാൻ ഇല്ലാത്തടത്ത് എൻ്റെ ശുശ്രൂഷകനും ഉണ്ടാകാൻ പാടില്ല. Then the honor comes from the Almighty God, who is the creator of the universe. Millions and billions of ഈ സ്റ്റാർസിനെ സൃഷ്ടിച്ച, അതിനെ പരിപാലിക്കുന്ന the God will respect us. റെസ്പെക്റ്റിന് വേണ്ടിയല്ല, ഇറ്റ് ഈസ് നാച്ചുറൽ ഔട്ട്കം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ let us take a decision to die. ഇനി ഒരിക്കലും we should not get wounded. നമ്മൾ wounded ആകുന്ന നമ്മൾ ജീവിച്ചിരുന്നില്ല. ഇപ്പൊ ഡെഡ് ബോഡിയുടെ മുഖത്തിന് ചെന്ന് 2 അടി വെച്ച് കൊടുക്കും. പാട്ടുലാപ്പൻ അത് നല്ലപോലെ അടിച്ചാൽ ഒരു തല ചെരിയുമായി മറ്റേ വശത്തേക്ക്. ദേഷ്യമില്ല, കോപമില്ല, ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് പീറ്ററിൽ വായിക്കുന്നത് പാപസംബന്ധമായിട്ട് മരിച്ചവരെ പോലെ ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാപസംബന്ധമായിട്ട് ദുർനയനം ഇല്ല, ദുർസംസാരം ഇല്ല, അടിച്ചാൽ ഒരു പ്രതികാരവും ഇല്ല. അല്ലെങ്കിൽ ആസ് ഫാർ സിൻ ഈസ് കൺസേൺഡ്, വേറൊരു കാര്യത്തിലും അല്ല. പാപസംബന്ധമായിട്ട് let us take a decision to live like a corpse, dead body. The Almighty God will respect us, honor us. കർത്താവിന്റെ ജീവൻ നമ്മിലൂടെ മറ്റുള്ളവർ കാണാൻ ഇടയായി തീരും. അതായത് നമ്മൾ യോഹന്നാനിൽ വായിക്കുന്നുണ്ട്, അവന്റെ ജീവനായിരുന്നു എന്തായിരുന്നു? ലോകത്തിന്റെ വെളിച്ചം. കർത്താവിന്റെ ജീവനായിരുന്നു ലോകത്തിന്റെ വെളിച്ചം. അപ്പം ഈ കർത്താവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ വെളിച്ചം. ഇപ്പൊ കർത്താവ് ലോകത്തിലില്ല. ഇപ്പൊ വെളിച്ചം പ്രസരിപ്പിക്കേണ്ടത് നമ്മളാണ്. അത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെട്ടേ പറ്റൂ. സെക്കൻഡ് പാർട്ട് അതിന്റെ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിക്കണമെങ്കിൽ നമ്മുടെ ഒരു റിസോഴ്സ് വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇഫ് യു ആർ ട്രൂലി ഡെഡ്, മരിച്ചില്ലെങ്കിൽ നമുക്ക് ആ റിസോഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ഈ ഫസ്റ്റ് പാർട്ട് അറ്റൈൻ ചെയ്തവരല്ല, ഡിസൈർ ചെയ്യുന്നവർക്കുള്ള സെക്കൻഡ് പാർട്ട്. നമ്മൾ അറ്റൈൻ ചെയ്തിട്ടില്ല, നേടിയെടുത്തൊന്നും അല്ല, എന്നാൽ പിമ്പിലുള്ളതിന് മറന്ന് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ഡിസൈർ ഉള്ളവർക്ക് സെക്കൻഡ് പാർട്ട് എന്താ? ഫസ്റ്റ് പാർട്ട് ഇതാണ്, അതായത് മരിക്കുക. ഈ മരിച്ചവർക്ക് മാത്രമേ സെക്കൻഡ് പാർട്ട് ആപ്ലിക്കബിൾ. മരിക്കാത്തവർക്ക് റിസോഴ്സ് ഉണ്ട്, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ ലീവ്. ഇല്ല, നമ്മൾ സഭാപ്രസംഗം വായിക്കുന്നുണ്ട്, അതായത് വിജ്ഞാനം നൽകുന്ന സംരക്ഷണവും പണം നൽകുന്ന സംരക്ഷണവും ഇറ്റ്സ് വൺ ആൻഡ് ദി സെയിം. പണമുള്ളവന് പല കാര്യങ്ങളും ചെയ്യാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പണം ഇല്ലാത്തവന് വിജ്ഞാനം എന്ന് പറഞ്ഞ കർത്താവിൽ നിന്ന്. അപ്പോൾ സെക്കൻഡ് പാർട്ട്, ഇന്ന് ഞാൻ ജീവിക്കുന്നതോ, ഞാൻ ട്രൂലി മരിച്ച ആളാണെങ്കിൽ ഇനി ജീവിക്കാൻ വേറെ ഒരു റിസോഴ്സും ഇല്ല.
ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ ഉള്ളൂ. അതായത് ദി ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത് എന്നുള്ളത് ഹബക്കൂക്കിൽ നിന്നുള്ള quotation ആണ്. നമ്മൾ അത് ന്യൂ ടെസ്റ്റമെന്റിൽ മെനി ടൈംസ് എഴുതിയിട്ടുണ്ട്, 3 or 4 times എഴുതിയിട്ടുണ്ട്. ബട്ട് ഈ ഹബക്കൂക്ക് ടെസ്റ്റ് ചെയ്യാറില്ല. ഹബക്കൂക്ക് ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം ബൈബിളിലെ പല സ്റ്റേറ്റ്മെന്റ്സും ഫസ്റ്റ് പാർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡ് പാർട്ട്, അല്ലെ? പ്രൊവർബ്സ് എല്ലാം അങ്ങനെയല്ലേ? ഫസ്റ്റ് പാർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡ് പാർട്ട്. പോഷൻ എങ്ങനെയായിരിക്കും, ബുദ്ധിമാൻ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മടിയൻ ഇങ്ങനെയായിരിക്കും, ഉത്സാഹി ഇങ്ങനെയായിരിക്കും. ഇവിടെ if you are going to Habakkuk 2:4, അതായത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാൻ അല്ലാത്തവന്റെ ഹൃദയാവസ്ഥയെ കുറിച്ച് എഴുതിയിരിക്കുന്നു പരമാർത്ഥ ഹൃദയം ഇല്ലാത്തവൻ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ വായിക്കാം 2:4. Behold, the proud his soul is not upright in him. Yeah. But the just shall live by faith. The justന്റെ ഓപ്പോസിറ്റ് പ്രൗഡ്. നമ്മൾ ഹബക്കൂക്കിൽ നോക്കാത്തതുകൊണ്ട്. അപ്പൊ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതായത് പ്രൗഡിന്റെ ഓപ്പോസിറ്റ് ആണ് നീതിമാൻ. ദാറ്റ് മീൻസ് വിശ്വാസത്താൽ ജീവിക്കുന്നവൻ ഹി ഈസ് ദി ഹംബ്ലസ്റ്റ് മാൻ. അതായത് നമുക്കൊന്നുമില്ല. ഫോർ എവരി നീഡ് യു ആർ ലുക്ക് അൺ ടു ദി ഫേസ് ഓഫ് ദി ലോർഡ്. ഫോർ എവരി നീഡ്, ഒന്നുമില്ല. സോ അതേസമയം പ്രൗഡ് ആയിട്ടുള്ള ആൾക്ക് എല്ലാം ഉണ്ട്. അവൻ പറയും എനിക്കതുണ്ട്, അതുണ്ട്, ഇതുണ്ട്. സോ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന് ഒരിക്കലും വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ ബുദ്ധി, അവന്റെ കഴിവ്, അവന്റെ ശക്തി, അവനുള്ള റിസോഴ്സ് ഇതുകൊണ്ട് ജീവിക്കുക. അറ്റ് ദി സെയിം ടൈം ഐ ലൈക്ക് ഇറ്റ്, ഹെൽപ്ലെസ് ആയിട്ടുള്ളവർക്ക് ഒരു ആശ്രയം അത്. അതായത് ഹബക്കൂക്ക് 2:4 ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. ഇങ്ങനെ എഴുതിയേക്കുന്നത്, കണ്ടാൽ ഉള്ളിൽ പരമാർത്ഥ ഹൃദയം ഇല്ലാത്തവൻ. അപ്പൊ ഈ പ്രൗഡിന്റെ പല ട്രാൻസ്ലേഷൻസ്, ഒന്ന് പ്രൗഡ് എന്ന് പറയുന്നതിന് പരമാർത്ഥ ഹൃദയം ഇല്ലാത്തവനാണ്. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. മാത്രമല്ല സമ്പത്ത് വഞ്ചന നിറഞ്ഞതാണ്, അഹങ്കാരിയായ മനുഷ്യന് നിലനിൽപ്പുണ്ടാവില്ല. പാതാളം പോലെ വിസ്തൃതമാണ് അയാളുടെ ആർത്തി, മരണത്തെ പോലെ അയാൾക്ക് ഒരിക്കലും മതി വരില്ല. അയാൾ എല്ലാ ജനതകളെയും തനിക്കായി ശേഖരിക്കുന്നു, സർവ്വജനപദങ്ങളെയും തനിക്ക് വേണ്ടി ഒന്നിച്ചു കൂട്ടുന്നു. നോക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മൾ ഹമ്പിൾ ആണെങ്കിൽ യു ക്യാൻ ലീവ് ബൈ ഫെയ്ത്ത്. നമ്മൾ ഹമ്പിൾ ആണെങ്കിൽ നോക്ക്, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതിയും സ്വന്തം റിസോഴ്സിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതിയും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ദി വൺ ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ദി ഓൾമൈറ്റി ഗോഡ്, ദി ഓണർ ഓഫ് ദി യൂണിവേഴ്സ്. ആളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതം, എന്നാൽ ദൈവത്താൽ സംരക്ഷിക്കപ്പെടാതെ സ്വന്തം റിസോഴ്സിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം കമ്പയർ ചെയ്യാനായി പറ്റത്തില്ല. നോ, ദർ ഇസ് നോ കമ്പാരിസൺ. അതവിടെ എഴുതിയേക്കുന്നത്. അതായത് ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. അതാ പോള് പറഞ്ഞ്, ഞാൻ ഇന്ന് ജീവിക്കുന്നതോ ദൈവപുത്രനിലുള്ള വിശ്വാസം കൊണ്ട്. ലെറ്റ് us live by trusting in the Lord. നമ്മുടെ ഒരു റിസോഴ്സിലും ആശ്രയിക്കാതിരിക്കുക, അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. One who puts his trust in the Lord. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവന് ഒരു നാളും ലജ്ജിക്കാൻ ഇടയാകത്തില്ല. NKJV പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലും ലജ്ജിക്കാൻ ഇടയാകത്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മറിയത്തോട് കർത്താവ് പറഞ്ഞു, ഞാൻ റിമൈൻഡിങ്, the only one thing is required for a human life to complete successfully. ഒരു മനുഷ്യ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് only one thing, that's കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ലജ്ജിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി, ഇറ്റ് ഈസ് നോട്ട് റിപ്പോർട്ടഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സ്. Then Jeremiah 17:3-30 ഇത് രണ്ടും നമ്മൾ അറിഞ്ഞു പറ്റും. Jeremiah 17:13 വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കും. ഇസ്രായേലിന്റെ പ്രതീക്ഷയായ കർത്താവേ, നിന്നെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. Yes. അതായത് one who puts his trust in the Lord will never be put to shame. At the same opposite അറിയണം, കർത്താവിനെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ജഡത്തെ ക്രൂശിക്കാനായിട്ട് ദൈവം നമ്മൾ വോളണ്ടറിലി കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം ബാലശിക്ഷയിലൂടെ നടത്തും. ഈ ദൈവത്തെ നമുക്ക് യഹോവ നാമങ്ങൾ ഫേമസ് ആ. യഹോവ നാമം നമുക്ക് യഹോവ ഈരേ, യഹോവ ഈരേ ഉണ്ട്, യഹോവ റാഫ, യഹോവ നിസി, യഹോവ ഷാലോം, യഹോവ റാ ഷെപ്പേർഡ്, സിദിക്കേനു റൈറ്റസ്നെസ്, ഷമ്മ എന്ന് പറഞ്ഞാൽ അതെ ഓൾ പ്രസന്റ് ലോർഡ്. ഇതെല്ലാം നമുക്ക് ഫേമസ് ആ. പക്ഷെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരെണ്ണമുണ്ട്, ഇല്ല ഇതിനായി യഹോവ നാക്ക എന്നലായിരിക്കുന്നത്. അത് വായിച്ച് എസേക്കിയൽ 7:9 അത് വായിച്ച്
Ezekiel 7:9. ആ യഹോവ നാം ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അത് പ്രചാരത്തിൽ ഇല്ലാതാനും. എന്റെ കണ്ണിൽ ദയ ഉണ്ടാകയില്ല, നിന്നോട് കരുണ കാണിക്കയില്ല. നിന്റെ വ്യാപാരങ്ങൾക്കും ഇപ്പോൾ നിന്റെ ഇടയിലുള്ള മ്ലേച്ഛതകൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ നിന്നെ പ്രഹരിക്കുന്ന ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ. അതായത് നിന്നെ പ്രഹരിക്കുന്ന ഞാനാണ് കർത്താവ് എന്നല്ല, ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സ്. ഇംഗ്ലീഷിൽ വായിക്കും ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സ്. I will show no pity, nor will I spare. I will repay you according to your ways, while your abominations are in your midst. Then you will know that I, the Lord, do the smiting. അതെ, ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്. സ്മൈറ്റ് എന്ന് പറയുന്നത് സ്മൈറ്റ് എന്ന് പറയുന്നത് അല്ല, ഐ ആം ദി ലോർഡ് ഹൂ സ്ട്രൈക്സ്, ഐ ആം ലോർഡ് ദി. നോക്ക്, ഈ ഹീബ്രു 12 ഐ ആം ദി ലോർഡ് ഹൂ സ്കോർജസ് എന്ന അല്ലെ, സ്കോർജസ് എന്ന. ഇവിടെ സ്മൈറ്റ് എന്ന. ഈ സ്മൈറ്റ് ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഓൾഡ് കിങ് ജെയിംസ് വേർഷനിൽ അതൊന്ന് വായിച്ചാൽ മതി. ഈ സ്മൈറ്റ് എന്നുള്ള വേർഡ് 2 Kings 19:35 സെയിം വേർഡ്. അവിടെ എന്താണെന്ന് നോക്കിയാൽ ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സിന്റെ അർത്ഥം മനസ്സിലാവും. 2 Kings 19:35. അവിടെ ഈ ഓൾഡ് കിങ് ജെയിംസ് വേർഷനിൽ സ്മൈറ്റ് ആണ്. ഞാൻ അവനെ വായിക്കാം. 19:35. And it came to pass that night that the angel of the Lord went out and smite in the opposite, smote in the camp of the Assyrians 100 fourscore and 5,000. And when they arose early in the morning, behold, they were all dead corpses. Smite എന്ന് പറയുന്നത് സിമ്പിൾ അടിയല്ല. സ്മൈറ്റിന്റെ ഡിക്ഷണറി മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്. സ്മൈറ്റിന്റെ മീനിങ് ഇതാ, അഫ്ലിക്റ്റ് സഡൻലി. സ്മൈറ്റിന്റെ ആ വേർഡിന്റെ മീനിങ്, ഹീബ്രു വേർഡിന്റെ മീനിങ് അഫ്ലിക്റ്റ് സഡൻലി എന്ന, അപ്രതീക്ഷിതമായിട്ടുള്ള സഡൻ അറ്റാക്ക്. ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സ്. നമുക്ക് ഈ Proverbs 24 22 to 24 വായിച്ചാൽ, മലയാളം വായിച്ചാൽ മതി. Proverbs 24. അതിന് മുമ്പുള്ള സെന്റൻസ് അവിടെ. എന്റെ മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരിൽ ഒരാളോട് മനസ്സമ്മതിയോട് കാണിക്കുകയും അരുത്. കാരണം ആകസ്മികമായി അവരിൽ നിന്ന് ആപത്തുണ്ടാകാം. അവർ ഇരുവരിൽ നിന്നും ഉണ്ടാകാവുന്ന വിനാശം ആരറിയുന്നു. അതെ, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്റെ മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരിൽ ഒരാളോട് മനസ്സരണക്കേട് കാണിക്കുകയും അരുത്. കാരണം ആകസ്മികമായി അവരിൽ നിന്ന് ആപത്തുണ്ടാകാം. അവർ ഇരുവരിൽ നിന്നും ഉണ്ടാകാവുന്ന വിനാശം ആരറിയുന്നു. ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സ്. അപ്പൊ സ്മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സഡൻ അഫ്ലിക്ഷൻസ് ആണ്. ആകസ്മികമായിട്ട്, അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നാശങ്ങൾ ദൈവത്തിൽ നിന്ന് വരാം. കർത്താവ് പറയുന്നു ഐ ആം ദി ലോർഡ് ഹൂ സ്മൈറ്റ്സ്. ഐ ആം ദി യഹോവ നാക്ക എന്നാണ് ഹീബ്രു. നമുക്ക് അത് ആരും അറിയുന്ന പേരല്ല, ബട്ട് നമ്മൾ അറിഞ്ഞില്ലേ പറ്റൂ. നമ്മൾ ഈ കർത്താവിനെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ലെറ്റ് us live, നമ്മളെ തന്നെ നമുക്ക് ക്രൂശിച്ച് കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ഒരു റിസോഴ്സിൽ നമ്മൾ ആശ്രയിക്കാതെ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നമുക്ക് മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്നവരെ ഫുള്ളി ദൈവം ലുക്ക് ആഫ്റ്റർ ചെയ്യും. ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാനാവിധത്തിലുള്ള ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി കർത്താവിന് സമർപ്പിക്കുക. അപ്പോൾ മനുഷ്യ മനസ്സിന് അതീതമായ സർവ്വബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ പരിലസിക്കും. നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ സമയമെടുക്കാം.
സന്നിധിയിൽ വീഴ്പാതയിൽ ഞാൻ നടക്കുമ്പോൾ എന്തു ക്ലേശമാകിലും ഞാൻ ചിന്തയില്ല. ആരാധനാ ദൈവമേ, ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നു, സഭയായിട്ട് അങ്ങേ ആരാധിക്കുന്നു. നാലാമത് ഞങ്ങളുടെ മധ്യവരാത്രനായിട്ട് കണ്ടാൽ നന്ദി പറയുന്നു. വലിയ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ സ്വന്തത്തെ ദൈവമേ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു. ദൈവമില്ലാത്തൊരു ജനതയായിരുന്നു ഞങ്ങള്, കരുണയില്ലാത്തവരായിരുന്നല്ലോ കർത്താവെ. ദൈവമേ, ഞങ്ങളെ വഴിതെറ്റിയാക്കിപ്പോട്ടമായിരുന്നല്ലോ കർത്താവെ. അങ്ങയുടെ വലിയ പദ്ധതി പ്രകാരം മുഴുവനിലേക്ക് നമുക്ക് ആക്കിപ്പറ്റുവാറുമാണ് ഞങ്ങളെ വിളിച്ചു ചേർത്തതിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു കർത്താവെ. കഷ്ടമാകാൻ ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു കർത്താവെ. എത്ര വലിയ സ്നേഹം കർത്താവെ. അപ്പനും അമ്മയും പറഞ്ഞാലും ഞങ്ങളെ മറക്കാത്തൊരു ദൈവം കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അത് ഞങ്ങളെ അനുഭവിച്ചറിയുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങളെ കാക്കുകയും ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറന്നതിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ പലപ്പോഴും പർവ്വതം ഹൃദയം കഠിനമാക്കിയതുപോലെ കർത്താവെ, ഈ സാഹചര്യം കഠിനമാക്കിയതുപോലെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞിട്ടും പലപ്പോഴും അങ്ങിൽ നടന്നുപോയി ഹൃദയം കഠിനമാക്കി, അറിഞ്ഞുകൊണ്ട് പലപ്പോഴും തെറ്റിക്കൂടെ വീണ്ടുപോയി കർത്താവെ. എങ്കിലും ഞങ്ങളെ മാറ്റി വിളിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയുന്നില്ല. ഞങ്ങളുടെ വചനത്തിനായിട്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ കരുതുന്നു കർത്താവെ. ഞങ്ങളുടെ പേരുകൾ അങ്ങയുടെ പുസ്തകത്തിൽ വിചാരിച്ചിരിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വായിച്ച പോലെ അങ്ങേ സ്നേഹിക്കാത്തവർ ലജ്ജിതരാകും കർത്താവെ. അങ്ങിൽ നടന്നു പോകുന്നവരുടെ പേരുകൾ മണ്ണിൽ എഴുതപ്പെടുമെന്ന് കൂടി അങ്ങയുടെ ഞങ്ങളുടെ പേരുകൾ കർത്താവെ അങ്ങയുടെ ജീവന്റെ പ്രശ്നത്തിനായിരിക്കാൻ ഞങ്ങൾ വഴിക്ക് പോകുമ്പോൾ കർത്താവെ, അങ്ങേക്ക് നടന്നു പോകുമ്പോൾ അവിടുത്തെ സ്നേഹമാണുകൾ ഞങ്ങളെ മാറ്റിപ്പിടിക്കുന്നത് കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നൊരു ദൈവമുണ്ട് കർത്താവെ. ഞങ്ങൾ ശരിയായ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. അതിനായി കർത്താവെ ഞങ്ങൾ സഭയായിട്ട് അങ്ങേ ശ്രദ്ധിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ അങ്ങേ മുറിവേൽപ്പിച്ചത് കർത്താവെ. കർത്താവ് അങ്ങേ മാത്രം നാശമേൽപ്പിക്കുന്നതിനായി മാറുവാൻ, ഒരു വിശ്വാസ സംഭവമായി മാറുവാൻ അവിടെ അനുദിനം ഞങ്ങളുടെ കർത്താവിനാണ് ഞങ്ങളെ നിറയ്ക്കണം. അനുദിനം നിറച്ച കർത്താവെ അങ്ങേക്ക് പ്രീകരമായി ജീവിക്കുവാൻ അങ്ങേ പഠിച്ചറിഞ്ഞ കർത്താവ് ഇത് ഞാൻ ജീവിക്കുന്നത് കർത്താവെ ക്രിസ്തുവിലുള്ള ആ സ്നേഹത്താണ്. സ്വയം ക്രൂശിക്കുവാൻ കർത്താവെ അങ്ങ് ക്രൂശിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഡത്തെ ക്രൂശിച്ച് ജീവിക്കാൻ അവിടെ വലിയ സഹോദരനം കർത്താവെ. ഞങ്ങളെ തന്നെ ഞങ്ങൾക്കൊന്നും കഴിയില്ല. അവർക്ക് ആത്മാവിനെ ഞങ്ങൾക്ക് എന്താ സാധ്യമാണ് കർത്താവ്. മറിയം പറഞ്ഞു പറയുന്ന കർത്താവിദാസി അങ്ങനെ ഇഷ്ടം ഞങ്ങൾ നിറവേറട്ടെ പോലെ കർത്താവെ അങ്ങനെ ഇഷ്ടം ഞങ്ങൾ നിറവേറി അങ്ങേക്ക് ഇതാരമായി മാത്രം നോക്കിയിരിക്കാൻ അവിടെ ഞങ്ങളെ അനുദിനമായി നിർത്തണമേ ധ്യാനിക്കുന്നു. അടിയങ്ങളുടെ സകലങ്ങൾ പുത്രനാം സമർപ്പിക്കുന്നു. ദൈവം സ്വീകരിക്കണമേ. Amen. My Heavenly Father, for all of my helpers, for the upper office of the other FS Mala, come remind the first one for number 11, the one myself, police for this name. Amen. You know the love of my heart, the fully, the name of the faithful guardian of the creators of eternal life, the Christ Jesus, and the blessings of the Amen. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവായ ദൈവമേ, കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ അങ്ങ് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് കർത്താവേ ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു.
കർത്താവെ കഴിഞ്ഞ ആ ഒരു ജീവിതം ഓർക്കുമ്പോൾ കർത്താവെ ജീവിതത്തില് ഗതി ഉണ്ടായിരുന്നില്ലല്ലോ കർത്താവെ. പാപത്തിൽ മരിച്ചവരായിരുന്നു കർത്താവെ, പാപത്തിന്റെ അടിമകളായിരുന്നു കർത്താവെ. ജീവിതത്തില് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലല്ലോ കർത്താവെ. എന്നാൽ അങ്ങ് ഞങ്ങളെ വിളിച്ച് കർത്താവെ പാപത്തിൽ നിന്ന് സമ്പൂർണമായി അങ്ങ് ഞങ്ങളെ മോചിപ്പിച്ചു. മാത്രമല്ല കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവെ പാപത്തിൽ നിന്ന് എതിരെ പോവാൻ, പാപത്തിനെ വെറുക്കുവാൻ അങ്ങ് ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കി തീർത്തതിനോട് നന്ദിയുണ്ട് കർത്താവെ. ഒന്നിനും യോഗ്യതയില്ല കർത്താവെ, ഞങ്ങൾ അയോഗ്യരാണ് കർത്താവെ. എന്നാൽ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. കർത്താവെ ഇത് മനുഷ്യ മനസ്സിന് അതീതമായ സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നു കർത്താവെ. ഇത്രമാത്രം കർത്താവെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുവാൻ ഞങ്ങൾ ഒന്നുമില്ല കർത്താവെ. കർത്താവ് ഞങ്ങൾ വെറും പൊടിയാണല്ലോ കർത്താവെ, എന്നിട്ടും അവിടുത്തെ സ്നേഹം ഞങ്ങളോട് കാണിച്ചല്ലോ. അങ്ങ് ചൊരിഞ്ഞു കർത്താവെ. ഞങ്ങൾ വായിക്കുന്ന മാതിരി കർത്താവെ അവിടുത്തെ എവർ ലാസ്റ്റിംഗ് ലവ് ആണ് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നത് മനസ്സിലാക്കുന്നു കർത്താവെ. എന്നും നന്ദിയുള്ളവരായിട്ട് അവിടുത്തെ ഹൃദയത്തിലെ സന്തോഷം കൊണ്ടുപോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. ഞങ്ങൾക്ക് അങ്ങ് എല്ലാം തന്നു കഴിഞ്ഞു കർത്താവെ. ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല കർത്താവെ. എല്ലാം തന്നു കഴിഞ്ഞു കർത്താവെ. എല്ലാത്തിനും നന്ദിയുണ്ട്. എല്ലാതും കർത്താവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന സ്വീകരിതാവേ. ഞാൻ അവനായി സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പുണ്ടാവൽ കൊണ്ടോരോ ദിവസവും നടക്കുന്നേ. അവൻ നടത്തിപ്പുണ്ടാവൽ കൊണ്ടോരോ ദിവസവും നടക്കുന്നേ. കർത്താവ് ഒരിക്കൽ കൂടി ദിവസത്തിൽ കടന്നു വരുവാണ്. ഞങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ ശേഷിപ്പ് ഒരുപാട് ചാവാത്ത നടത്തുന്ന കർത്താവ്, മരിക്കാത്ത ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് കർത്താവ്. ആ ഏരിയയിലൊന്നും കർത്താവ് എന്റെ ജീവൻ വെളിപ്പെടുത്താൻ സാധിക്കില്ല. കർത്താവെ നീ കടന്നു പോയപ്പോൾ നീ തന്നെ ആ പ്രകാശം മറ്റുള്ള മുമ്പിൽ ഞങ്ങൾ പ്രകാശിക്കേണ്ടത് പോലെ എപ്പോഴും ഞങ്ങൾ മങ്ങിക്കത്തുന്ന കർത്താവെ ഒരു കരിന്തിരി പോലെ കർത്താവ് ജീവിക്കുന്നു. ഞങ്ങളും വലിയ പ്രകാശം. ഞങ്ങൾ നല്ലതായി എനിക്ക് ആഗ്രഹിക്കുന്ന പലപ്പോഴും സാധിക്കുന്നില്ല ഞങ്ങളുടെ ചിന്തയിലോ വാക്കിലോ പ്രവർത്തിയിലോ. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഇന്റൻഷനെ ഇന്ന് കഴിക്കുന്നു. ഇത്രകാലം നടത്താമെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രത്യാശ നന്ദിയോടെ കർത്താവ് ചിത്രത്തോടെ നടത്തി കർത്താവിന്റെ പ്രത്യാശ നടത്തുവാൻ അന്ത്യം വരെയും കർത്താവ് കാണപ്പെടത്തക്ക രീതിയിൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോരായ്മകളൊന്നും വിടമാറുന്ന ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും നടത്തുന്നതിന്റെ കൃപയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നീ തന്നതാണ്. അതനുസരിച്ച് നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയേറ്റ് പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമാധാനപൂർവ്വം കേൾക്കണം. യേശുക്രിസ്തുവിനെ അപേക്ഷിക്കുന്ന കൂടെ കേൾക്കണമേ. ജീവൻ അന്യശ്വാസം വരെയും ജീവൻ അന്യശ്വാസം വരെയും. ജലപ്രഭാതമായി ഞങ്ങൾ സൂചിക്കുന്നതാണ് കർത്താവ്. ഞങ്ങൾ കേട്ടത് കർത്താവ് അങ്ങനെ തിരിച്ചറിയിൽ ഞങ്ങൾ എത്തുന്ന കർത്താവ് ഒരിക്കലും കർത്താവ് നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുക എന്ന് പറയുന്ന കർത്താവ് ഞങ്ങൾക്ക് ശരിക്കും കർത്താവ് മനുഷ്യനും കൊടുക്കുന്ന സ്നേഹം അപേക്ഷയുമാണ് കർത്താവ്. അത് എത്ര വലിയ ബന്ധമായിരുന്നാലും കർത്താവ് അതിനെക്കുറിച്ചുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് കർത്താവ് അവിടുന്ന് ഞങ്ങൾ സ്നേഹിക്കുന്നവർ അറിയുന്ന കർത്താവ്
ഒടുങ്ങാത്ത സ്നേഹത്തോടെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവ് പറയുന്നു. കർത്താവെ അങ്ങനെ സ്നേഹത്തിൽ ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയാൻ ഞങ്ങൾ കഴിയാതെ പോകുന്നു. കർത്താവ് അത് ഞങ്ങളുടെ കുറവുകളാണ് പറയുന്നത്. കർത്താവ് ഇതിനെ കർത്താവ് ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ കർത്താവ് കർത്താവ് ജീവിക്കുന്ന ഓരോ ദിവസവും കർത്താവ് അങ്ങനെ സ്നേഹം ഞങ്ങൾ പോയി തിരിച്ചറിയാൻ കഴിയുന്നു. ഞങ്ങൾ കേട്ടത് പറയാൻ കർത്താവ് ഞാനല്ല ജീവിക്കുന്നത്, ഇതിനെ കർത്താവാണ് ജീവിക്കുന്നത് കർത്താവ്. അങ്ങനെ പാവം ഞങ്ങളുടെ ഓരോ ദിവസം കർത്താവ് പറയാൻ കർത്താവ് ഞാനോ കുറയണം അവരെ വളരണം എന്ന് പറഞ്ഞത് കർത്താവ്. അവർക്ക് ഞങ്ങളെ വളരണം കർത്താവ്. ഞങ്ങളുടെ മാറ്റുന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ കർത്താവ്. അങ്ങനെ ഞങ്ങൾ വളരെ ഞങ്ങൾ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വിശുദ്ധിയിലേക്ക് ഞങ്ങൾ കടന്നു ഞങ്ങൾ സഹായിക്കുന്ന കർത്താവ്. ഞങ്ങൾ ചോദിച്ചു കർത്താവ് അങ്ങയുടെ പൊന്മുഖം ദർശിക്കാൻ കർത്താവ്. അങ്ങയുടെ പാതകൾ ദർശിക്കാൻ കർത്താവ്. അങ്ങനെ ആശ്രയിക്കുവാൻ അങ്ങനെ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങൾ അതിനോട് ദുഷ്ടരാണെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ആരാധന സ്തുതികളും ഞങ്ങൾ കയ്യിൽ വെച്ച കർത്താവായ യേശു ക്രിസ്തു ജന്മനാമത്തിൽ തന്നെ ആമേൻ. And guide us into our fellowship. Help us to experience the religion and see and help us with the service. No leaders in this tradition, but in this name. Amen. Heavenly Father, I thank you for leading and guiding us today, Lord. I thank you for protecting us in all that we do, Lord. I pray that you help us grow physically, mentally, spiritually, Lord. I thank you for all that you have, Lord. Please help us learn the scriptures, Lord. Grow closer to you, Lord. Help us in all the joy from all temptation, Lord. I thank you for everything in Jesus' name. Amen. ഒടുങ്ങാത്ത സ്നേഹത്തോടെ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ ശൈലവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്തുമായ കർത്താവേ, എല്ലാത്തിനും കർത്താവേ നന്ദി പറയുന്നു. എല്ലാത്തിനും അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. പാപികളായിരുന്ന കർത്താവേ, ദൈവത്തെ തിരിച്ചറിയാത്ത നടന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലാകാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ദൈവത്തെ കർത്താവേ നിരന്തരം ദുഃഖിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നൊക്കെ ഞങ്ങളെ വീണ്ടെടുത്തു. ഇന്ന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി കർത്താവ്, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തനാക്കി ഞങ്ങൾ ദൈവത്തിന് കർത്താവെ സ്തോത്രം ചെയ്തു നന്ദി പറയുന്നു. കർത്താവെ എന്റെ കർത്താവെ ദൈവമേ, ഞങ്ങളെ ഈ ജീവിതത്തിൽ കർത്താവ്, ഞങ്ങളെ ഈ ഓട്ടത്തിൽ കർത്താവ് വിശ്വസ്തയോടെ ഓടുവാൻ ദൈവത്തെ കർത്താവെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഏത് സിറ്റുവേഷനിലും ഏത് സാഹചര്യത്തിലും കർത്താവെ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശത്രുക്കും മേശനും അഭിനവും പറഞ്ഞതുപോലെ കർത്താവ് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടാലും കർത്താവ് ഞങ്ങളെ കർത്താവിനെ വിട്ടിട്ട് വേറൊരു പരിപാടി ഇല്ല കർത്താവ്, വേറൊരു വഴിയില്ല, വേറൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ പറയുവാൻ തക്കോണമുള്ള വിശ്വാസം ഞങ്ങളിലേക്ക് ഉടലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ കർത്താവ്, ഈ ലോകത്തിന്റെ ഒരു ഭുജബലത്തെയും ആശ്രയിക്കാതെ, ഈ ലോകത്തിന്റെ സമ്പത്തിനെയും കർത്താവ്, ഈ ലോകത്തിലെ ഒരു കാര്യത്തിനെയും ആശ്രയിക്കാതെ എന്റെ കർത്താവായ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളത് ആരാന്ന് കർത്താവെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ കർത്താവെ. ഞങ്ങളെ കർത്താവ് സ്നേഹിക്കുന്ന എന്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് കർത്താവെ. വേറെ ഒന്നിനും മാറ്റപ്പെടാതെ കർത്താവെ ഞങ്ങളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഒരിക്കലും ഞങ്ങളെ വെറുക്കാത്ത ഒരു ദൈവം കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് പൂർക്കണമേ, ക്ഷമിക്കണമേ കർത്താവ്. ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവായ ദൈവമേ, ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരണമേ. എല്ലാ യേശുക്രിസ്തുവിന്റെ കൃപയോടെ കേൾക്കണമേ. ആമേൻ. Help us to remember everything that we want to and to put it into practice. Begin us to listen to this, to help us in our studies, and help us not fall into temptation.
and pleasing us by the Holy Spirit at all times. Help us to forgive others and help us to love others as we love ourselves. In Jesus' name I pray. Amen. സ്നേഹനായ സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണല്ലോ സ്തുതികൾക്ക് യോഗ്യൻ. കർത്താവേ, അങ്ങ് രാജാധിരാജാവ്, കർത്താതി കർത്താവ്, ഈ ഭൂമിയെ സൃഷ്ടിച്ച് അതിൽ വാഴുന്ന കർത്താവ് അങ്ങ് മാത്രമാണല്ലോ. കർത്താവേ, ഇത്ര വലിയവനായ ഒരു ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഞങ്ങളെ കരുതുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന ദൈവം, ഞങ്ങളെ ശിക്ഷിക്കുന്ന ദൈവം, കർത്താവേ, ഇത്ര വലിയൊരു ദൈവം ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വചനത്തിലുടനീളം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങളിങ്ങനെ വായിക്കുന്നില്ല. കർത്താവെ, എഫ്രൈം എന്റെ പ്രിയപുത്രനോ, അയാളെന്റെ ഓമന കുഞ്ഞോ, ഞാൻ അയാൾക്കെതിരെ സംസാരിക്കുമ്പോഴെല്ലാം വീണ്ടും അയാളെ ഓർക്കുന്നു. എന്റെ ഹൃദയം അയാൾക്ക് വേണ്ടി കേൾക്കുന്നു. തീർച്ചയായും ഞാൻ അയാളോട് കരുണ കാണിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ശിക്ഷണത്തിന് കീഴിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ഉൾക്കൊള്ളുകയാണല്ലോ. കർത്താവെ, കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതനുസരിച്ച് പ്രതിസ്നേഹം കാണിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണം. അവിടുത്തെ നല്ല ചൈതന്യം നൽകി ഞങ്ങൾക്ക് ശിക്ഷ നൽകി ഞങ്ങളെ നടത്തുന്നവർക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. കർത്താവെ, അതോർത്താൽ ഞങ്ങൾക്ക് അങ്ങേക്കെതിരായിട്ട് പാപം ചെയ്യാൻ തോന്നുകയില്ല. കർത്താവെ, അത് പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നതാണല്ലോ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്കെതിരായിട്ട് പാപം ചെയ്യുന്നതിന് കാരണം എപ്പോഴും ക്രൂശിതനായ ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ സ്തുതികളും സ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ചേച്ചി സ്വീകരിക്കണം. പിതാവേ, ചിന്തയില്ല ജീവമന്നവൻ എന്നെ സേവമായി പാലിക്കുന്നു. ജീവമന്നവൻ എന്നെ സേവമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയാതിൽ മരമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയാതിൽ മരമേ ഭയമൊന്നും വേണ്ടിനിയോ. അവിടെ ഞങ്ങൾ സ്നേഹിച്ചതിനെ ഓർത്ത് കർത്താവേ, അവിടെ സ്നേഹത്തെ യേശുവിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തതിനെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് പറയുന്നു. കർത്താവ്, ഞങ്ങൾ അവിടുത്തെ മക്കളായ കർത്താവ് അവിടുത്തെ സ്നേഹം കൊണ്ട് വെളിപ്പെടുത്തി ഞങ്ങൾ സഭകളായിരിക്കും വെളിപ്പെടുത്തി സ്നേഹിച്ചു ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് കർത്താവെ, ഈ വചനത്തിലെ സത്യങ്ങളെല്ലാം കർത്താവെ, ഞങ്ങളുടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ആത്മീയരാക്കി കർത്താവ് ഈ ലോകത്ത് നിന്ന് വേർപെടുത്തിയുള്ളവരാക്കി വിളിച്ച് വേദനിച്ചിനെ ഓർത്ത് കർത്താവ് നീക്ക് വേണ്ടി വാസം ജീവിക്കാൻ ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കുന്നതിനെ ഓർത്ത് സുവിശേഷത്തിന്റെ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒഴിവാക്കി കർത്താവെ, വിഷയത്തിലെ മാമങ്ങളൊക്കെ ഞങ്ങൾ തരുന്നതിനായി കർത്താവ് നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാ ഉപകാരങ്ങളും കർത്താവെ ഞങ്ങൾ കൂടി കർത്താവ് സദാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കല്യാണം കാര്യവും ഞങ്ങളെ ഞങ്ങൾക്ക് ഇന്ന ദിവസം ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾക്ക് ഇന്ന് സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ആളുകളായ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അന്ന് ഞാൻ പിടിച്ചു കർത്താവ് ആ കാലത്തെ കുറിച്ച് കാണിച്ചിരുന്ന വലിയ സ്നേഹം കർത്താവ് അങ്ങേക്കെതിരെ ഞങ്ങൾ വീണ്ടും പാപം ചെയ്തു കൊടുക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ വേദനിപ്പിക്കാതെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് അങ്ങയുടെ സ്നേഹം കൊണ്ടാണ് കർത്താവ് ഞങ്ങളെ ശിക്ഷിക്കുന്നത് കർത്താവ് അങ്ങയുടെ സ്നേഹത്തിലൂടെ ഞങ്ങൾ ആ പാപത്തിൽ തന്നെ കർത്താവ് നേർവഴിയിലുണ്ടാക്കുന്ന കർത്താവെ അങ്ങയുടെ സ്നേഹം കർത്താവെ മുമ്പോട്ട് പോലും ഉണ്ടാവുക പോലെ കർത്താവെ ഞങ്ങൾ അതിനാൽ കർത്താവിനെ ഞങ്ങളെ ആത്മാവസരമാണ് കർത്താവെ ഞങ്ങൾ തന്നെ കർത്താവെ ജനത്തെ സൂക്ഷിച്ചു കർത്താവെ ഞങ്ങൾ അതിനായി ജീവിക്കുന്ന മാത്രമാണ് ജീവിക്കുന്നത് കർത്താവെ ഞങ്ങൾ അനുദിനം ആ കർത്താവിന്റെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിക്കാൻ പ്രാർത്ഥന കർത്താവെ അന്ന് മാത്രമാണ് കർത്താവെ സ്വർഗീയപിതാവായി ഞങ്ങളെ കർത്താവെ നന്ദി പറയുന്ന കർത്താവെ മാത്രമാണ് കർത്താവെ സ്വർഗം അവിടുത്തെ സിംഹാസനം ഭൂമി അവിടുത്തെ പാദപീഠം ദൈവം ഞങ്ങൾക്ക് കർത്താവെ പിതാവെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ വളരെ പാതി കഴിഞ്ഞു കർത്താവെ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു ഞങ്ങളുടെ ഇടയില്ലാത്ത ആളുകൾ പോരാളിക്കുകയായിരുന്നു എന്നാൽ കർത്താവെ അവിടുത്തെ കരുണ ഞങ്ങൾ ചെയ്യുന്നു കർത്താവെ ആ ഇരുട്ടിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രകാശത്തിന്റെ രാജ്യത്തിലോട്ട് ഞങ്ങളെ അറിയിച്ചു കർത്താവെ പ്രഭുത്തിന്റെ മക്കളായി ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ അവരുടെ ആദ്യ സ്നേഹം ആദ്യ സ്നേഹം കർത്താവെ ഞങ്ങളോട് കാണിച്ചു കർത്താവെ കർത്താവെ അവരുടെ കർത്താവ് ഒരു ദിവസം അവരുടെ സ്നേഹത്തിൽ ഞങ്ങളെ നടത്തുന്നില്ല കർത്താവെ സമാധാനത്തിന്റെ ദൈവം ഞങ്ങളെ പൂർണ്ണമായും നോക്കിയിരിക്കട്ടെ കർത്താവെ അവിടെ ഞങ്ങൾ വിശുദ്ധിയിലേക്കാണ് കർത്താവെ കർത്താവെ അവിടുത്തെ കാത്തിരിപ്പ് സ്നേഹം ഞങ്ങളോട് അവരുടെ മരണത്തോടെ ഞങ്ങൾ സ്നേഹിച്ചു ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ ആ കാത്തിരിപ്പ് ഞങ്ങൾക്ക് തോന്നിയെടുക്കുന്ന കർത്താവെ ഞങ്ങൾ കാണുന്ന കർത്താവെ ഭാഗത്തുകൾക്ക് ആത്മാവിൽ ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ ഞങ്ങളുടെ കുറിക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം അദ്ദേഹത്തെ കുറിച്ച് ആത്മാവിൽ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങളുടെ പ്രിയമായിട്ടുള്ള ദൈവം ഞങ്ങളെ കർത്താവിന്റെ കുടുംബമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വ്യത്യാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ ഞങ്ങൾ വീട്ടിൽ പറയുന്നു ഞങ്ങളുടെ സ്ത്രീ സ്ലോകങ്ങളെല്ലാം കുടുംബങ്ങളോട് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചല്ലോ താവി ഞങ്ങളുടെ ജീവിതകാലം പൂർണ്ണമായി സമർപ്പപ്പെട്ട് ജീവിക്കാനും താല്പര്യമായിട്ട് ജീവിക്കാനുള്ള വലിയ പ്രധാനമെന്ന് ഞാൻ കാഴ്ചയിൽ പ്രവേശിക്കുന്നു
സർവീസിനായി അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുന്നതായി അനുഗ്രഹീതരമായ നാമത്തിൽ ചെയ്ത നിത്യപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ സാധനത്തായി ഞങ്ങൾക്ക് ചെയ്ത നന്മകളെല്ലാം നമ്മളുള്ളതായി ഞങ്ങൾക്ക് വേണ്ടി ഭൂമി വന്ന് പാപമായി മരിച്ചു കൊടുക്കുന്നതായി അത് കാണിച്ചാൽ മഹാസ്നേഹമുള്ള ഞങ്ങളെല്ലാം സാധനത്തായി അങ്ങയുടെ വചനം വായിച്ചു പഠിച്ചു അത് പ്രാർത്ഥിക്കാൻ ജീവിക്കാൻ ഞങ്ങളെല്ലാം സാധനത്തായി മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നല്ല സാക്ഷ്യത്തിൽ ജീവിക്കാൻ സാധനത്തായി അങ്ങയുടെ താഴ്ന്ന സ്നേഹത്തിന് വളരെ ഞങ്ങളെല്ലാം സാധിക്കും യെരിക്കോ മതിലുകൾ ഉയർന്നു വീഴുന്ന അതിന്മേലെ സഹായമില്ല. യെരിക്കോ മതിലുകൾ ഉയർന്നു വീഴുന്ന അതിന്മേലെ സഹായമില്ല. ഒന്നിച്ചു ആർപ്പിട്ടെന്ന മതിൽ വീഴും ചുവട്ടിൽ ഒന്നിച്ചു ആർപ്പിട്ടെന്ന മതിൽ വീഴും ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. Heavenly Father, thank you for helping us come together once more in your name to praise and worship you, O Lord. Lord, remember the everlasting love you've shown us, O Lord, and help us love you also with all sincerity, O Lord. Lord, remember how you died for us on the cross, O Lord, and help us to live by the Spirit, O Lord, crucifying the flesh, O Lord. Lord, help us to live in all humility, O Lord, knowing that we live under the grace of the Lord. Lord, help us to have an accurate knowledge of the word of the Lord, and help us to become an example to others, O Lord. In Jesus' name I pray. Amen. നീ എന്റെ സർവവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവവും എല്ലാത്തിലും നിൻ ജീവനും മേൽക്കാൻ തന്നതിനാ നീ എന്റെ സർവവും എല്ലാത്തിലും തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. കൂടുതലായൊരു യോഗ്യതയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല കർത്താവേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്തുനോക്കി പറയുന്നു കർത്താവേ. അവിടുന്ന് ആഘോഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അവിടെ മരിച്ചല്ലോ. അനുസരിച്ച് അങ്ങയുടെ ആ സ്നേഹത്തെ ഇവരെ ഓർത്തുകൊണ്ടിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ മാറ്റപ്പെടുത്തിയതായ എല്ലാ മേഖലകളിലും മാറ്റം വരുത്തിയമായ ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരെയും ബിസിനസ് എന്താണെന്ന് അറിയുന്നല്ലോ കർത്താവെ. അവിടെയെല്ലാം കർത്താവെ ശരിയായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് വ്യക്തിപരമായി കർത്താവെ നമുക്ക് നശിക്കുവാൻ അങ്ങയോടത്തുള്ള ജീവിതം അങ്ങയോടത്തുള്ള നിശ്ചയ അവകാശമാക്കുവാൻ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും അവിടുന്ന്
എല്ലാപൂർവ്വം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വഴി നടത്തുന്നവർക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്തോത്രം യേശുവിനാമത്തിൽ സമർപ്പിക്കുന്നു. അപ്പനും അമ്മയും ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ദൈവമേ നീ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ, നീ ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങൾ, നീ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെല്ലാം ഓർക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് വീണ്ടും ഒരു കൂടി നൽകുന്ന നല്ല സമയത്തിനായി നന്ദി കരേറ്റുന്നു. ദൈവമേ ഞങ്ങൾ ഭാവികളായിരുന്നു കർത്താവേ, ഞങ്ങളുടെ ആ തെറ്റുകളൊന്നും ഓർക്കാതെ കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നീ ക്രൂശിലപ്പ അങ്ങയുടെ ശക്തി ഓട്ട് കഷ്ണം പോലെ ക്ഷയിച്ചു. അങ്ങയുടെ നാക്കോട് പറ്റിയിരുന്നു കർത്താവേ. മനുഷ്യനെ അങ്ങയെ നോക്കുന്ന ഒരു മുഖം തിരിച്ചു കളയത്തക്ക രീതിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടത് വിജയസ്നേഹത്തെ ഞങ്ങൾ ഓർത്ത് നോക്കാം. ദൈവമേ ഞങ്ങൾ ഇന്ന് വചനത്തിൽ കണ്ടതുപോലെ പെറ്റമ്മ തന്റെ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ മറക്കാത്തൊരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത് കർത്താവ്. ഞങ്ങളുടെ അറിയുന്ന ഓരോ മുടി പോലും ഞങ്ങളുടെ സ്വർഗസ്നായ അപ്പനറിയാതെ നിലക്ക് വീഴുന്നില്ല ഞങ്ങൾ അറിയുന്നു. ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി നടത്തിയത് കർത്താവെ. ഞങ്ങൾ അങ്ങേ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് കർത്താവെ, ഞങ്ങൾ അങ്ങേ ജീവിച്ച് കാണിക്കാനാണ് ഇപ്പൊ. എന്നാൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആ ഫ്ലഷിന്റെ, ഞങ്ങളുടെ ആ ഈഗോയുടെ, ഞങ്ങളുടെ ആ സെൽഫിന്റെ എല്ലാം പ്രലോഭനങ്ങളിൽ വീണ കർത്താവെ പലപ്പോഴും അങ്ങയുടെ ദോഷത്തെ, അങ്ങയുടെ നാമത്തെ ദുഷിപ്പിക്കുന്നതിനായി ജീവിച്ചു പോകുന്ന കർത്താവ്. അപ്പൊ അന്ന് കർത്താവെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വെക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആ വിടുക്കൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തികളോടോ അത് സാധിക്കില്ല ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങൾ കൂടുതൽ പകർന്നു കർത്താവ്. ഞങ്ങളുടെ ആത്മാവിന് കർത്താവ് ശക്തി പകർന്നതുകൊണ്ട് ഞങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അത് സാധിക്കുള്ളൂ. ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അങ്ങയുടെ സദ്ഗുണങ്ങളെ ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ്, അങ്ങയുടെ നല്ല അംബാസിഡേഴ്സ് ആയിട്ട് ജീവിക്കാനാണ് കർത്താവ്. കർത്താവ് അങ്ങയെ ജീവിച്ച് കാണിച്ച് ഞങ്ങളുടെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകരണമേ കർത്താവ്. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കത്തക്ക രീതിയിൽ കർത്താവ് നീ ഞങ്ങളിൽ ഓരോ ദിവസവും വളരണമേ. ഞങ്ങളുടെ സെൽഫിനെ ഇടിച്ചു കളയുവാൻ കർത്താവ്, ഞങ്ങളുടെ ആ സ്വയത്തെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് അങ്ങയെ ഞങ്ങൾ കൂടുതലായി വളരുവാനുള്ള ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ആത്മീയമായി മുന്നേറുവാൻ കൃപ നൽകണമേ കർത്താവ്. ഞങ്ങളുടെ ഇടപാടുകൾ യേശു ഞങ്ങൾ ജീവിച്ചാൽ എങ്ങനെ പെരുമാറുമെന്ന് ആ രീതിയിൽ ഞങ്ങളുടെ ഇടപാടുകൾ ചെയ്യാൻ, നിങ്ങളുടെ വാക്കുകൾ അതുപോലെ ചെയ്യാൻ, നിങ്ങളുടെ ചിന്തകൾ ആ രീതിയിൽ കഴിയാൻ ദൈവമേ ഞങ്ങൾ കൃപ നൽകണമേ. അതിൽ കുറഞ്ഞൊന്നും നീ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങയെ അന്വേഷിക്കുവാൻ, അങ്ങയുടെ അനുഗ്രഹമായി തീരുവാനാണ് നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവ്. ഞങ്ങൾക്ക് അതിനുള്ള കൃപയും നൽകി തരണമേ. ഞങ്ങളുടെ കുറവുകൾ അപ്പത്തെ സന്നിധിയിലേക്ക് പറയുന്നു. ദൈവമേ നീ നിഷ്കളങ്കനോട് നിഷ്കളങ്കനും നിർമ്മലനോട് നിർമ്മലനുമാണ് അങ്ങയുടെ പറഞ്ഞ് ഞങ്ങളോട് പറയുന്നത് കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തെ നിഷ്കളങ്കമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവ്, അങ്ങയുടെ കൃപ ഞങ്ങളെ പകർന്ന് ഓരോ ദിവസവും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതായി ജീവിക്കുവാൻ, അങ്ങയുടെ സന്നിധി വിശുദ്ധരായി ജീവിക്കാൻ കൃപ നൽകണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പാട്ടുപുസ്തകത്തിലെ 163 പാട്ട്, നമ്മുടെ 163. ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താങ്ങുകൾ
നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും വഴിവെടിഞ്ഞിടുമ്പോൾ സഹോദര കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാളെ സ്വന്തം സഹോദര കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാളെ കാരമ്പൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നി കൊണ്ടെത്തിയിലും സിംഹക്കുഴിയിലും താഴെ ദൈവമേ കൂട്ടാളിയാളെ അഗ്നി കൊണ്ടെത്തിയിലും സിംഹക്കുഴിയിലും താഴെ ദൈവമേ കൂട്ടാളിയാളെ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവേ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എന്നീ ഭാരങ്ങൾ എന്നീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ശബ്ദങ്ങൾ വന്നിടും എപ്പോൾ നീ വന്നിടും വാക്കണം പ്രിയനേ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും നോക്കി ഞാൻ വാക്കണം പ്രിയനേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകനിൻ കൂട്ടാളിയാകണേ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാകണേ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ പാടിയതുപോലെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും പിരിയാത്ത സ്നേഹിതനായിട്ട് ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടല്ലോ. ഞങ്ങൾ കർത്താവെ അവിടുത്തെ ഒടുങ്ങാത്ത സ്നേഹത്തെ ഓർക്കുന്ന കർത്താവെ, അപ്പനും അമ്മയും കൈവിട്ടാലും പിരിയാത്ത സ്നേഹം. എഫ്രായിമേ, നിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? നിന്നോട് സ്നേഹക്കുറവ് കാണിക്കുമ്പോൾ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹം മനസ്സിലാക്കി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിതമാണല്ലോ. കർത്താവ് അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ കർത്താവിനെ കുറിച്ച് അറിയുവാൻ ദൈവം ഇടയാക്കണം. ഞങ്ങളോ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് ഇനി ഞങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കുന്നു. ആകയാൽ ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിനുള്ള വിശ്വാസം കൊണ്ടാണല്ലോ. കർത്താവെ, അങ്ങിൽ ആഴമായിട്ട് വിശ്വസിക്കുവാൻ, ഒരിക്കലും പിരിയാത്ത സ്നേഹിതനാണ് അവിടെ നിന്ന് അറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണെന്ന് ഓർത്ത് വിശ്വാസത്താൽ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾ അങ്ങ് ക്രിസ്തു യേശു മുഖാന്തരം ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് കേട്ടറിയാണമേ. ലോർഡ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു നിമിഷം നമ്മളെ ശോധന ചെയ്യാനായിട്ട് നമുക്ക് സമയമെടുക്കാം. കർത്താവിന്റെ മരണം, അവിടുത്തെ ആഗമനം വരെ നമ്മൾ ഓർമ്മിക്കുന്നു. കർത്താവ് വന്നിട്ടില്ല, വരും. ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ കർത്താവായ യേശുവിന്റെ ആഗമനത്തെ കാത്തു കഴിഞ്ഞു. കർത്താവെ, ഞങ്ങളും
ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ ഞങ്ങൾ പാടിയതുപോലെ എന്ന് നീ വരും, എന്ന് അങ്ങയെ കാണും. ഞങ്ങൾ ഒരു ദിവസം കർത്താവുമായിട്ട് ഒന്നിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഡിസയർ ആയിരിക്കും. കർത്താവ് സഹായിക്കുന്നു. ഞങ്ങൾ പാടുന്ന പോലെ ഒന്നിക്കും. ഒരു നാൾ ആ സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും. കർത്താവ് ആ പ്രത്യാശ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമാകയാൽ അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കുന്ന പോലെ കർത്താവിന്റെ മരണമാണല്ലോ, അത് മാത്രമാണല്ലോ കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കിയത്. ദൈവത്തിന്റെ നീതിയിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കേണ്ടിയിരുന്നു. കർത്താവ് രക്തം ചിന്താതെ പാപമോചനം ഇല്ല എന്നുള്ള ദൈവത്തിന്റെ നീതിയായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആകയാൽ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കി അവിടുന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ച വേറൊരു ഗുരുവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. കർത്താവെ, അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കി ആഴമായിട്ട് പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പര സ്നേഹത്തിന്റെ ശുശ്രൂഷയാണല്ലോ കർത്താവെ ലോഡ് സപ്പർ. ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഗോതമ്പ് മണി വീണ് അഴിയുന്നില്ല എങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ കർത്താവെ ഞങ്ങൾ വീണ് അഴിയണം. ഈ അപ്പത്തില് ആ ഗ്രെയിൻസ് എല്ലാം ഡിസോൾവ് ആയി പോയതുപോലെ, തിരിച്ചറിയാനാകാത്ത പോലെ അതിനകത്ത് ഒന്നായതുപോലെ കർത്താവെ ഞങ്ങൾ ഇല്ലാതായി, ഞങ്ങളോ ഇല്ലാതാകണം, ഞങ്ങളോ താഴണം. അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം ഉയർന്നു നിൽക്കണം. ഞങ്ങൾ അപ്പത്തിനായിട്ട് മുന്തിരിച്ചാറിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അതിനെ ആശീർവദിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ദൈവമേ പരിശുദ്ധിയുടെ മാർഗത്തിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരസ്പരം സ്നേഹിക്കുവാൻ കർത്താവ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ കർത്താവിന്റെ മരണം ഓർക്കുമ്പോൾ ഞങ്ങൾ എത്രത്തോളം സ്നേഹിക്കണം എന്ന് കർത്താവെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. അവിടെ നിന്നാണല്ലോ ആദ്യം ഞങ്ങളെ സ്നേഹിച്ചതാകയാൽ കർത്താവിന്റെ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുണ്ടാകണം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പരസ്പരം ആഴമായിട്ട് സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ അവിടുന്ന് കേട്ടറിലാണ്. പങ്കെടുക്കുന്നവർക്ക് എഴുന്നേറ്റുന്ന പാട്ടുപുസ്തകത്തിൽ 718 പാട്ട് പാടി 718.
കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളോടുകൂടി പെസഹ ആചരിക്കുവാൻ ഞാൻ വളരെ നാളായി ആഗ്രഹിച്ചു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് നിത്യത നൽകുവാനാണല്ലോ അവിടുന്ന് കാക്ഷിച്ചത്, ആഗ്രഹിച്ചത്. ദൈവമേ, കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഇനി ഞങ്ങളല്ല, ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കുന്നു. ഞങ്ങളെ കാണുന്നവരും ഞങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ, ഞങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ കർത്താവിനെ കാണണം. കർത്താവെ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു പിതാവെ, അവിടുന്ന് കേട്ടല്ലാണ്. When I have faith in my heart, and I might not sin against you. Psalms 119, verse 11. Unless you can take your land, I shall not be Thus I will pour in heart, for they shall see good. I will sing of the mercies of the Lord, cry out with my mouth. I will make you Psalm 89, verse 1. Let such thy words and store up thy planted with a field, that shall continue forever, and the soul endure before me like the sun. It will be established forever like the moon, the faithful witness in the sky. Psalm 69, verse 36 and 37. Psalms 4, verse 5 and 6. Offer sacrifices in the right spirit and trust in Lord. Many people say, who will show us better times? Let your face smile on us, Lord. You must also obey your Lord. Your love protects them like a shield. Psalms 5, verse 12. My son, if you obey my commands, Hatred stirs up conflict, but love covers all wrong. Proverbs chapter 10, verse 12. Those who whisper for does not understand and raise her voice. At the highest point along the way where the path speaks, she takes her stand. Beside the gate leading into the city, she cries aloud. Proverbs 8:12. പ്രാർത്ഥന ലക്ഷ്യം സ്തോത്ര ലക്ഷ്യം പറയാൻ സമയമുണ്ട്. പ്രാർത്ഥന ലക്ഷ്യങ്ങളുള്ളവർ പറയുക, സ്തോത്ര ലക്ഷ്യങ്ങളുള്ളവർ പറയുക. പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന ലക്ഷ്യം സ്തോത്ര ലക്ഷ്യങ്ങൾ പറയാൻ എന്റെ കൂട്ടുകാരുടെ എവിടെ യാത്രയിലൊക്കെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എപ്പോഴും കത്താൻ്റെ കൃതികളായിരിക്കും.
ഇവരുടെ യാത്രയിൽ കർത്താവ് പ്രവചിച്ചത് ഫ്രൈഡേ ചേർക്കാൻ വരുന്നുണ്ട്. ഫ്രൈഡേ ചേർക്കാൻ വരുന്നുണ്ട്. Daddy, mommy, brother, and brother, കണ്ടുമുട്ടാനുള്ള അവസരം കർത്താവിന്റെ സാഹചര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അതിന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി ശുദ്ധിയിലേക്ക് വളരെ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ കംപ്ലൈന്റ് ചെയ്ത് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് അത് കർത്താവ് ക്ഷമിച്ച് നന്ദിയാണ്. ഞാൻ റോയിച്ചാന്റെ ബ്ലഡ് റിസൾട്ട് നാളെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് Okay. ചേച്ചിക്ക് വേണ്ടി കണ്ണിട്ട് കർത്താവിനെ പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ കർത്താവിനെ കണ്ടിരിച്ചു. എൻ്റെ കുറവായിരുന്നു പിന്നെ ഗ്രീസിന്റെ ഗ്രീഷ്മയുടെ പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ഉണ്ടായിരുന്നു. അത് കിട്ടി. ഗ്രീസിന്റെ ഓസയും ഗ്രീഷ്മയുടെ ഓസയും കിട്ടാനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അവിടെ മാറി മോനിൽ കുറച്ചുകൂടെ ഇടാനുണ്ട്. പിന്നെ യാത്രയാണ്. കർത്താവ് ഇന്നത്തേക്ക് ഒരു വയസ്സും കൂടി ആയി. നന്ദി പറയുന്ന ഓരോ വർഷം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോകാം. കർത്താവ് ആഗ്രഹിക്കുന്ന വളർച്ചയില്, കർത്താവ് ആഗ്രഹിക്കുന്ന സ്വഭാവത്തിലേക്ക് വളരുവാൻ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി ഉള്ളത് കഴിഞ്ഞു. തീരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് തീരുമാനം നടത്താൻ. എന്റെ ചുമമാണ് തിങ്കളാഴ്ച ഒരു ട്രെയിൻ മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരണം പറയാറുണ്ട്. പ്രിപ്പയർ ചെയ്ത് വരണം. നമുക്ക്
ആദ്യം നമ്മൾ ഞാനും ജോലും ഷെറിനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ചർച്ച വലുതായപ്പോൾ ഒരു റിസോഴ്സ് ബേസ് ഉണ്ടായിരിക്കണം, അല്ല ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പം എല്ലാവരും അതിനകത്ത് താല്പര്യം എടുത്ത്, കാരണം ഒരു കർത്താവിനോടുള്ള ഒബ്ലിഗേഷനാണ്, മനുഷ്യനോടല്ല. സോ അങ്ങനെ ഒരു സ്റ്റേബിൾ സിസ്റ്റം ഉണ്ടാണെങ്കിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ചർച്ച ആവശ്യമാണ്. കാരണം നമുക്ക് എല്ലാവരെയും പല ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ പലരും. ഇപ്പോൾ ഉള്ള ചർച്ചസ് എന്ന് പറയുന്ന എല്ലാം ദേ ഹാവ് ദെയർ ഓൺ ട്രഡീഷൻസ്. അപ്പൊ അത് സമുദായങ്ങൾ പോലെ തന്നെ പലതും. അപ്പൊ നമുക്കൊരു എന്താ പറയുന്നത്, കർത്താവ് മരണം വരെ കർത്താവിൽ നിൽക്കണമെങ്കിൽ ഒരു സഭയും പ്രോത്സാഹനവും ഒക്കെ വേണം. ഇൻഡിവിജ്വലായിട്ട് സ്വർഗത്തിൽ പോയില്ല എന്നൊന്നുമല്ല, പോകും തീർച്ചയായിട്ടും, കമ്മിറ്റ്മെന്റ്. പക്ഷെ ബൈബിള് പറയുന്നത് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് എന്ന് പറയുന്ന ദിനങ്ങളുള്ളിടത്തോളം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ ഈ ചർച്ചിന്റെ നീഡെന്ന് പറയുന്നത്, ചർച്ച് സാൽവേഷന് മസ്റ്റ് അല്ല, അറ്റ് ദി സെയിം ടൈം ഒരു റൈറ്റ് ക്രിസ്ത്യൻ ലൈഫിന് ചർച്ച് മസ്റ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ചുണ്ടായാൽ ഓർഫനേജ് വളർന്നാലോ വലുതാവും, ബട്ട് പേരൻസിന്റെ കൂടെ പേരൻസിന്റെ കെയറിൽ വളർന്നാൽ അതിന്റെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആണ്. ചില ചർച്ച് സാൽവേഷന്റെ ഒരു എസെൻഷ്യൽ പാർട്ടല്ല, അറ്റ് ദി സെയിം ടൈം ഒരു റൈറ്റ് ക്രിസ്ത്യൻ ലൈഫിന് ചർച്ച് ഈസ് എ മസ്റ്റ്. അപ്പൊ അത് ദൈവവചനത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചാണെങ്കിൽ നമുക്ക് അതിന്റെ ബ്ലെസ്സിങ്സ് കിട്ടത്തുള്ളൂ. അപ്പം എവരിബഡി ഷുഡ് കോപ്പറേറ്റ്. ഒരു നിലനിൽക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും. അപ്പം പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇപ്പൊ ഒരാഴ്ച പ്രിപ്പയർ ആയിട്ട് വന്ന് നമുക്ക് സമയം കിട്ടിയില്ല, നെക്സ്റ്റ് വീക്ക് യു ക്യാൻ ഡു ഇറ്റ്. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചിക്കാമല്ലോ, അങ്ങനെ പഠിക്കാമല്ലോ. പ്രവചിക്കുമ്പോൾ പാപം വെളിപ്പെടുമെന്ന് എഴുതിയേക്കുന്നത്, അതായത് പാപബോധം ഉണ്ടാവും, കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിക്കും. അപ്പൊ പ്രവചനത്തിന്റെ നെറ്റ് റിസൾട്ട് ഇറ്റ് മസ്റ്റ് ബി ഇൻസ്പയർഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ കാണുക, നമ്മുടെ പാപബോധം ഉണ്ടാകുക, മാനസാന്തരപ്പെടുക, ഓരോ ദിവസവും അല്പം കൂടി കർത്താവിന്റെ സാദൃശ്യം വിശുദ്ധി പ്രാപിക്കുക. ദാറ്റ്സ് ദി പർപ്പസ്. അപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കും. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ചെറിയൊരു വിഷയം, എഫേഷ്യൻസ് 2:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗത്തിൽ നമുക്ക് സർവ്വവിധ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് സർവ്വവിധ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹവും ഓൾഡ് ടെസ്റ്റ്മെന്റ് അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഫേഷ്യൻസ് 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗത്തിൽ നമുക്ക് സർവ്വവിധ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പഴയ നിയമത്തിലും അനുഗ്രഹമുണ്ട്, പുതിയ നിയമത്തിലും അനുഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വ്യത്യാസം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്താണ് പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ? കാരണം ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്ത് കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ എടുത്ത് അത് കർത്താവിന്റെ അനുഗ്രഹമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതിന് പ്രതികൂലമായിട്ട് ദൈവം തരുന്ന അനുഗ്രഹമായിട്ടെല്ലാം മാറ്റി തീർക്കുന്നതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് നമ്മൾ കാണുന്നത്. രക്ഷിക്കപ്പെട്ട ഇടയിൽ കാണുന്നില്ല, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ എഫേഷ്യൻസ് 2:5 നമ്മൾ കാണുന്നുണ്ട്. എഫേഷ്യൻസ് 2-ന്റെ 2 മുതൽ 1-ാം അധ്യായം മുതൽ ഇത് തന്നെ പറയുന്നത്. അതിന്റെ അവസാനം അതിന് അതിക്രമങ്ങൾ ചെയ്ത് മരണം അടഞ്ഞിരുന്ന നമ്മെ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിച്ചു. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തു യേശുവിനോടൊപ്പം ഇരുത്തി. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? അപ്പൊ നമ്മൾ ആത്മീയരായി തീർന്നു. എങ്ങനെ നമ്മൾ ആത്മീയരായി തീർന്ന്? ക്രിസ്തുവിൽ വിശ്വസിച്ച് സുവിശേഷത്തിൽ
നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആത്മാവിനെ കിട്ടി. പിന്നെ നമ്മൾ ആത്മീയരായി തീർന്നു. ഇപ്പം ജഡിക മനുഷ്യന് അല്ലെങ്കിൽ ജഡത്തിൽ ഫോക്കസ് ചെയ്തൊരു മനുഷ്യന് ഈ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആത്മീയരാകാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ മനുഷ്യർ ആത്മീയരായിരുന്നില്ല, അവര് ജഡികരായിരുന്നു. അതായത് ഇപ്പം ജഡത്തിന് വേണ്ട അനുഗ്രഹവും ആത്മീയന് വേണ്ട അനുഗ്രഹവും രണ്ടും രണ്ടാണ്. കാരണം അത് രണ്ടും രണ്ട് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാ. ഇപ്പം പഴയ നിയമത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് മെയിൻലി നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ എന്നുള്ളത്? അത് മെയിൻലി ഒരു 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ സമ്പത്ത് കൂടുന്ന ഒരു ദൈവാനുഗ്രഹമായിരുന്നു. ദൈവം പ്രോമിസ് ചെയ്തേക്കുന്നത് എല്ലാം Deuteronomy 28-ലും പഴയ നിയമത്തിലെ പുറപ്പാടിലും എല്ലാം കാണാവുന്ന. പിന്നെ ഒന്ന് ആരോഗ്യം, അവർക്ക് ആരോഗ്യം കൊടുത്ത ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു അവർക്ക്. പിന്നെ ശത്രുക്കളുടെ മേലുള്ള വിജയം, പിന്നെ സാമൂഹികമായ ഉന്നതി, അതായത് ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ നിയമത്തില്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സമ്പത്ത് കൂട്ടിവെക്കുന്നോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതാപമോ ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ദൈവത്തിന്റെ അനുഗ്രഹം ആയിട്ട് നമ്മൾ മാറ്റുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ശ്വസിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നടക്കുന്നതും ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതിപ്പോ അത് ലോകാരംഭം മുതലുള്ള ഒരു സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും പലരുടെയൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുള്ളപ്പോൾ അവര് ആദ്യം പറയുന്ന സംഭവമാണ്, ഞങ്ങൾ ഇത്ര നാളും ഈ ദൈവത്തെ സേവിച്ചു, അല്ലെങ്കിൽ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം നൽകുന്നതാണ് അവർക്ക് ദൈവത്തെ അവർ പ്രീതിപ്പെടുത്തുന്ന അവർ വിചാരിച്ചേക്കുന്നത്. അതിന് സുവിശേഷത്തിൽ ഇപ്പം ഞാൻ പറയുന്നത്, അതിന് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ശബരിമല പോയാലും വേളാങ്കണ്ണി പോയാലും മക്കയിൽ പോയാലും എല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥനയ്ക്ക് കേൾക്കും. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജാതി വ്യത്യാസം വർഗ വ്യത്യാസം വെച്ചോണ്ടല്ല. അപ്പം രക്ഷിക്കപ്പെടണം നിർബന്ധമൊന്നുമില്ല ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ. കാരണം ലോകാരംഭം മുതൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമായിരുന്നു. അപ്പം പാപം ചെയ്ത ആദത്തോടും ദൈവം സംസാരിച്ചു, അല്ലെങ്കിൽ കൊലയാളിയായ കായനോടും ദൈവം സംസാരിച്ചു. കായന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പിശാചിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹമായിട്ട് കാണരുത്. ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം ഇപ്പൊ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം പകുതിയുമായിട്ടുള്ള ഒന്നും, അതായത് മരണം കൊണ്ട് തീരുന്ന ഒന്നും ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അനുഗ്രഹമല്ല. കർത്താവ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹമല്ല. മരണത്തിന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അനുഗ്രഹം. ഇപ്പം ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇപ്പം നമുക്ക് കർത്താവ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആദ്യം തുടങ്ങി നിയമവും പ്രവാചകന്മാരും സാമയോഹന്നാൻ വരെയാണ്. അതിനുശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. അപ്പൊ പഴയ നിയമത്തിലെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ടീച്ചിങ് ഇല്ലായിരുന്നു, ദൈവരാജ്യം ഇല്ലായിരുന്നു. കാരണം സ്വർഗം തുറക്കപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ ബലിയതിന് ആവശ്യമായിരുന്നു സ്വർഗം തുറക്കാൻ. സ്വർഗം തുറന്നതിന് ശേഷമാണ് സ്വർഗരാജ്യം നിലവിൽ വന്നത്. സ്വർഗം തുറക്കപ്പെട്ടതിന് ശേഷം കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ അംഗങ്ങളായിത്തീരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വചനത്തിൽ കണ്ടു, നമ്മള് കർത്താവ് ഇരുത്തിയേക്കുന്ന സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഇരുത്തിയേക്കുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് ഭൂമിയിലാണ്, പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആത്മീയരായതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ഇപ്പൊ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളും സ്വർഗത്തിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടത്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ. ഇപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പം ഫിലിപ്പീൻ 1:29, ഫിലിപ്പീൻസ് 1:29. ക്രിസ്തുവിന് വേണ്ടി പീഡനമേൽക്കാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി പീഡനമേൽക്കാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഇതൊരു ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു വിഷയമാണ്. കാരണം ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിനോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി പീഡനമേൽക്കുന്നു. അതൊരു അനുഗ്രഹമായിട്ടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്നുള്ളത് ദാറ്റ്സ് എ ബ്ലെസ്സിങ്സ്. കാരണം അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് 13 അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. കാരണം അവരെ പീഡിപ്പിച്ചപ്പോൾ, പത്രോസിനെയും പൗലോസിനെയൊക്കെ പീഡിപ്പിച്ചപ്പോൾ അവർ അതിനെ സന്തോഷിച്ചു. കാരണം കർത്താവിന് വേണ്ടി പീഡ സഹിക്കാൻ വേണ്ടി കിട്ടിയ വരത്തെ ഓർത്ത് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് എഴുതിയേക്കുന്നു. ദാറ്റ്സ് എ ന്യൂ ടെസ്റ്റ്മെന്റ് ബ്ലെസ്സിങ്. അത് കർത്താവിന് വേണ്ടി സഹിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. പിന്നെ 1 Peter 3:9 നമ്മൾ കാണുന്നുണ്ട്,
തിന്മയ്ക്ക് പകരം തിന്മയോ പരിഹാസത്തിന് പകരം പരിഹാസമോ നൽകരുത്, മറിച്ച് അനുഗ്രഹിക്കുക. ഇതിനാണ് ഇങ്ങനെ അനുഗ്രഹം നേടാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക. കാരണം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനും പരിഹാസത്തിന് പകരം പരിഹാസവും കൊടുക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് നേരെ ഓപ്പോസിറ്റ് ചെയ്യാനാണ്, ഇവരെ അനുഗ്രഹിക്കുക. ഇങ്ങനെ അനുഗ്രഹം നേടാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം. കാരണം നമ്മുടെ ജഡത്തിലായിരിക്കുന്ന നമ്മൾ പണ്ട് റെസ്പോണ്ട് ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് നമ്മൾ റെസ്പോണ്ടോ അല്ലെങ്കിൽ നമ്മളോട് കുറ്റം പറയുന്ന ആൾക്കാരോട് നമുക്ക് ക്ഷമിക്കാനും അവരെ അനുഗ്രഹിക്കാനും നമുക്ക് പറ്റും. ദാറ്റ്സ് എ ന്യൂ ടെസ്റ്റ്മെന്റ് ബ്ലെസ്സിങ്സ്. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു സംഭവമല്ല. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളെല്ലാം കണ്ണുകൊണ്ട് കാണാവുന്ന ഭൗതികമായ സംഗതികളായിരുന്നു. ഇവിടെ കണ്ണുകൊണ്ട് കാണാത്ത, കാരണം നമ്മൾ ജീവിക്കുന്നത് കാഴ്ചയിലല്ല, നമ്മൾ ആത്മീയരായ നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താല, അല്ലെങ്കിൽ വിശ്വാസ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങളും ഈ മരണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു അനുഗ്രഹം, സിമിത്തേരിക്ക് അപ്പുറം കടന്നു പോകുന്ന അനുഗ്രഹം, ഇപ്പുറം കൊണ്ട് നിൽക്കുന്നതല്ല. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആത്മീയരായതുകൊണ്ട്. ആത്മീയർക്ക് ഭൗതിക അനുഗ്രഹം അല്ലെന്നല്ല, ഭൗതിക അനുഗ്രഹം നമുക്ക് വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അതല്ല നമ്മൾ നിലനിൽക്കുന്ന അനുഗ്രഹം, അതല്ല. അപ്പൊ എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ച നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിച്ചു പോകുന്നുണ്ടെങ്കിലും എബ്രാഹത്തിന്റെ വാഗ്ദാനം കൊടുത്ത ദേശത്ത് എബ്രാഹാം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്കറിയാം. കാരണം വാഗ്ദാനത്തിന്റെ സന്തതികളെടുത്ത് കൂടാരത്തിൽ പാർത്തെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം എബ്രാഹത്തിന് അനുഗ്രഹം കിട്ടിയ എല്ലാ അവകാശവും അവിടെ ഉണ്ടായിരുന്നു. എബ്രാഹത്തിന് എസ്റ്റാബ്ലിഷ് ആകാനും വീട് പണിയാനും, അല്ലെങ്കിൽ എബ്രാഹത്തിന് നിസ്സാരമായ ഒരു പാവപ്പെട്ട വ്യക്തിയൊന്നും അല്ലായിരുന്നു. കാരണം എബ്രാഹത്തിന് അതീവ ധനവാനായിരുന്നു പറയുന്നു. കൂടെ 318 യോദ്ധാക്കൾ ആ കുടുംബത്തിൽ തന്നെ ജനിച്ചതാണെന്ന് പറയുന്നത്. എബ്രാഹത്തിന്റെ അന്നേരം ആലോചിച്ച് നോക്കും, 318 യോദ്ധാക്കൾ എബ്രാഹത്തിന്റെ വീട്ടിൽ ജനിക്കണമെങ്കിൽ എത്രമാത്രം ആൾക്കാർ ആ വീട്ടിൽ കാണും ജോലിക്കാരായിട്ട്. ഒരു 318 യോദ്ധാക്കളെ കിട്ടണമെങ്കിൽ, യുദ്ധം ചെയ്യാൻ പറ്റിയ യോദ്ധാക്കളെ കിട്ടണമെങ്കിൽ എത്ര പേര് കാണും? ഒരു 3000 പേരെങ്കിലും കാണണം. മൊത്തം പിള്ളേരും പെണ്ണുങ്ങളും സ്ത്രീകളും അടക്കം, അല്ലെങ്കിൽ പ്രായം ചെന്നവർ 3000 പേരെങ്കിലും കാണും. അതാണ് എബ്രാഹത്തിന്റെ സോഴ്സ്. എന്നിട്ട് അതായത് ചെറിയൊരു രാജാവിനെ പോലെ ആയിരുന്നു എബ്രാഹം. എന്നിട്ടും എബ്രാഹം വാഗ്ദാനം കിട്ടിയ ദേശത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നതിന് പകരം ആ അനുഗ്രഹം കിട്ടിയതിനുപരി അനുഗ്രഹദാതാവിനെ അതിന് പിന്നിൽ കണ്ടത്. അതിന് പിന്നില് ഭൗതികമായ ആ സമ്പത്തിനെ അല്ല എബ്രാഹം കണ്ടത്. ഇത് തന്ന അനുഗ്രഹദാതാവിനെ കണ്ടു. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് തന്നെയായിരിക്കണം. അനുഗ്രഹം കിട്ടുമ്പോൾ അനുഗ്രഹത്തിൽ ആയിരിക്കരുത് നമ്മുടെ ശ്രദ്ധ, അനുഗ്രഹത്തിന് പുറകിൽ അനുഗ്രഹത്തിന്റെ ദാതാവിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. എബ്രാഹത്തിനെ പോലെ. അതുകൊണ്ടാണ് എബ്രാഹം നീതീകരിക്കപ്പെട്ടത്. അല്ലാതെ എബ്രാഹം വെറുതെ നീതീകരിക്കപ്പെട്ടതല്ല. ശരിക്കുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. കാരണം ഇറങ്ങി പുറപ്പെട്ടവൾ അറിയില്ലായിരുന്നു എങ്ങോട്ടാ പോകണമെന്ന്. ഒരു അറിയത്തില്ല, എങ്ങോട്ടൊന്നും അറിയാതെ ഇറങ്ങി പുറപ്പെട്ടത് എബ്രാഹം. ഇപ്പൊ നമ്മള് രക്ഷിക്കുക ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആൾക്കാരാ. അപ്പം കർത്താവ് പറഞ്ഞ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. പക്ഷെ ദൈവരാജ്യം ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന് എഴുതിയേക്കുന്നത്. നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ ആദ്യം നമ്മളുടെ ദൈവരാജ്യം സ്ഥാപിതമാകേണ്ടത്. കർത്താവിന് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവൻ നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി. പിന്നെ ദൈവരാജ്യമാണെങ്കിൽ അതിൽ തന്നെ രാജ്യം എന്നുള്ള മലയാളത്തിൽ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിങ്ഡം ഓഫ് ഗോഡാ. കിങ്ഡം ആണെങ്കിൽ ഒരു രാജാവുണ്ടെങ്കിൽ അവിടെ എന്താ പ്രശ്നം? ആ രാജാവിന്റെ തിരികിതം നിറവേറ്റാൻ മാത്രമേ അവിടെ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെങ്കിൽ അവിടെ രാജാവുണ്ട്. ആ രാജാവിന്റെ തിരികിതം മാത്രം അല്ല, നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ ആഗ്രഹമാണ് നമ്മൾ സാധിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ലോർഡ്സ് പ്രേയർ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെല്ലാം പറഞ്ഞേക്കുന്നത് അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന്. ഇത് നമ്മുടെ ജീവിതത്തിലാകേണ്ടത് സ്വർഗത്തിലെ പോലെ. ഭൂമി എന്ന് പറയുന്ന ആ ലാൻഡിലല്ല ആകേണ്ടത്. ഇപ്പം ദൈവരാജ്യത്തിലാണ് ഇത്ര നാളും നമ്മൾ ദൈവരാജ്യത്തിന് നമ്മൾ പ്രവേശിക്കുന്നു പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ രാജാവായിട്ട് അവിടെ അംഗീകരിച്ചിട്ട് ഇത്രയും നാളും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം പോയി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ജീവിച്ചു. ഇനി അങ്ങനെയല്ല. അവിടെയെല്ലാം നമ്മൾ മിസറബിളി ഫെയിലായി. ഇനി പോകേണ്ടത്, അതുകൊണ്ട് നമ്മൾ പോയ വഴിക്കെല്ലാം ഫെയിലർ ആയതുകൊണ്ട് മനുഷ്യൻ ആദാമിക്കിന്റെ റേസുകളെല്ലാം കൂടെ അവസാനം അന്ധകാരത്തിൽ ചെന്ന് നിന്നു. അപ്പൊ അതിൽ നിന്ന് ഇനി നിങ്ങളെ നയിക്കണ്ട, ഇനി കർത്താവ് നമ്മളെ നയിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് അങ്ങ് മാറ്റി കൊടുത്തു, ഇനി കർത്താവ് നയിച്ചോളൂ. അതാണ് സ്വർഗരാജ്യം. അതാണ് അവിടുത്തെ ഹിതം. ഇനി അതുകൊണ്ടാണ് പൗലോസൊക്കെ പറയുന്നത്, ഇനി ഞാനാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യാനിറ്റി ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നോ ലോങ്ങർ ആയി. ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെങ്കിൽ നോ ലോങ്ങർ ആയി. ഇനി ഞാനില്ല, ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജീവിക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തിലെ അംഗങ്ങളാണെങ്കിൽ ക്രിസ്തു രാജാവിന്റെ ഹിതം നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാ. രാജാവിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയണം, അത് നിറവേറ്റണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം.
അല്ലാതെ ഏതാണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഭൗതിക അല്ലെങ്കിൽ ഒരു കാറോ വീടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ മേടിക്കുന്നതായിരിക്കരുത് നമ്മുടെ ഫോക്കസ്. അതെല്ലാം വേണം, അത്യാവശ്യമാണ്, അതൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം വേണം, നമുക്ക് വേണം താനും. പക്ഷെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം അതിന് പുറകിലുള്ള സംഭവമായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിനെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതായിരിക്കണം. ഇതാ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം. അല്ലാതെ നമ്മൾ ഒരു അടയാളമായിട്ട് പുതിയ നിയമത്തിലെ ഒരു ഭൗതികമായ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ എടുക്കാൻ പാടില്ല, പുതിയ നിയമത്തിൽ എടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ എടുത്തു ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാം നശിച്ചു പോയിട്ടുമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഒന്നാം സ്ഥാനം, അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? ഇപ്പൊ മക്കളാണെങ്കിൽ മക്കളാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുവാണെങ്കിൽ സമ്പത്തായിരിക്കും നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കർത്താവാകുമ്പോൾ യേശു ആണെങ്കിൽ യേശു ആയിരിക്കും നമ്മുടെ ദൈവം. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മുടെ ആഗ്രഹം, ലക്ഷ്യം എന്താണ്, അത് സാധിച്ചു കിട്ടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്നത്. ഇപ്പം ഭൗതികമായിട്ടുള്ള ജഡികനായിട്ടുള്ള മനുഷ്യന് അവന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറെ ലോകത്തിൽ കാണുന്ന കുറച്ച് സമ്പാദ്യങ്ങളായിരിക്കും. അപ്പൊ അത് അവന് സാധിച്ചു കിട്ടുമ്പോൾ അത് അവനെ സംബന്ധിച്ച ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷെ നമ്മൾ ആത്മീയരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും കർത്താവിനെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി സഹിക്കുക എന്നുള്ളതാകുമ്പോൾ അത് നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. ഇപ്പൊ രണ്ട് ലെവലാണിത്. അപ്പൊ നമ്മളതിനെ ഈ പഴയ നിയമത്തിലെ അനുഗ്രഹം എടുത്ത് ഉപയോഗിച്ചും നമ്മുടെ എന്താ പറയുന്നത് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്യുന്നത് അത് ദൈവത്തിന്റെ എന്താ പറയുന്നത് നമ്മളോടുള്ള നമ്മളെ പ്ലീസ് ചെയ്തിരിക്കുന്നുള്ള ഒരു അടയാളമായിട്ട് ഒരിക്കലും എടുക്കാൻ നമുക്ക് പാടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ സുവിശേഷം പറയുമ്പോൾ ആരോടും പറയുന്നത്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് മതത്തിലായാലും മതി, ഏത് മതത്തിലായാലും ഏത് കാസ്റ്റിലായാലും നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ ഉള്ള മനോഭാവം, ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഒന്നാം സ്ഥാനം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അത് പ്രാപിച്ചു കിട്ടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായിട്ട്. ജഡികമായ സംഗതികൾ കിട്ടുമ്പോൾ, ഭൗതികമായ സംഗതികൾ കിട്ടുമ്പോൾ അനുഗ്രഹമാകുന്നവരെ നമുക്ക് ആത്മീയരായിരിക്കും. നമ്മൾ ആത്മീയ കാര്യങ്ങൾ വളരാൻ സാധിക്കുമ്പോൾ, ഇപ്പം ക്രിസ്തുവിന് വേണ്ടി പീഡ സഹിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം വേറെ എവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സംഭാവന ചെയ്യാൻ വരവുള്ളവൻ സംഭാവന ചെയ്യും, സഹായിക്കാൻ വരവുള്ളവൻ സഹായിക്കട്ടെ. സംഭാവന ചെയ്യുന്നതൊക്കെ ഒരു അനുഗ്രഹമാണ് പുതിയ നിയമത്തില്. പഴയ നിയമത്തില് റോമൻസില് അപ്പൊ അത് സംഭാവന ചെയ്യുന്നതിന് അനുഗ്രഹമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞേക്കുന്നത് മേടിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം. കാരണം നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇവിടെ ഇല്ല, നമ്മളുടെ ലക്ഷ്യം ഇവിടെയല്ല. നമ്മളെ ഇവിടുത്തെ ജസ്റ്റ് എന്താ പറയുന്നത് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ്. നമ്മൾ കോലാലംപൂരൊക്കെ ചെല്ലുമ്പോൾ അടുത്ത പ്ലെയിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയുള്ള നമുക്ക് അടുത്ത പ്ലെയിൻ എപ്പോഴും വരും, അനൗൺസ്മെന്റ് എപ്പോഴും വരും, വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ. നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ നമുക്ക് കർത്താവിന്റെ നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാ. കാരണം ലോകത്തിലെ സംഭവങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നു, നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെടാത്തതുകൊണ്ട് നമുക്ക് ലോകത്തിലെ സംഭവങ്ങൾ, ലോകത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്നതിന്റെ കാരണം നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല എന്നുകൊണ്ടാണ്. ഇപ്പം പ്ലെയിനൊക്കെ പൊങ്ങുമ്പോൾ നമുക്കറിയാം, പ്ലെയിൻ പൊങ്ങുമ്പോൾ കെട്ടിടങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്നവരെ എത്ര ഉയർത്തി പോകുന്നു അത്ര ലോകത്തിലെ അട്രാക്ഷൻസ് നമുക്ക് കുറയും എന്ന്. അപ്പോൾ കർത്താവിന്റെ മനോഭാവം ക്രിസ്തു പരിഹസിക്കപ്പെട്ട 1 Peter 2:3 കാണുന്നുണ്ട്. പരിഹസിക്കപ്പെട്ടപ്പോൾ അവൻ തിരിച്ചു പരിഹസിച്ചില്ല, പീഡിക്കപ്പെട്ടപ്പോൾ അവൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. ഇതൊക്കെയാണ് ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം. ഇത് നമുക്ക് ഈ മനോഭാവം നമുക്കും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവം. ഈ കാര്യങ്ങളിൽ ഈ മനോഭാവം നമുക്കും ഉണ്ടായിരിക്കണം. ഇപ്പം കർത്താവിന്റെ പീഡകളെ കുറിച്ച്, കാരണം കർത്താവ് വലിയൊരു വില കൊടുത്ത് നമ്മളെ മേടിച്ചത്. കാരണം കർത്താവിന്റെ പീഡകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ശരീരത്തിലേറ്റ പീഡകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ പീഡകൾ. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നുണ്ട്, കർത്താവ് ദൈവവുമായിട്ടുള്ള സമാനത, ഇക്വാളിറ്റി അത് നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചില്ല, ദാസന്റെ രൂപം സ്വീകരിച്ചു. അപ്പം ശരീരത്തിലേറ്റത് മാത്രമല്ല കർത്താവിന്റെ, ദൈവമായിരുന്നിട്ടും ദൈവം മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവസാനം കാൽവരിയിൽ സംഭവിച്ച ശരീരത്തിലെ പീഡകളായിട്ട് തീർച്ചയായിട്ടും പീഡകൾ തന്നെയാണ്. ഇപ്പൊ ഇതും ആ ദൈവത്തെ ഉപേക്ഷിച്ചു, നമുക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചു. കാൽവരിയിൽ എന്താ സംഭവിച്ചത്? ദൈവമായിട്ടുള്ള ബന്ധവും വിട്ടു. ദൈവത്വം, സമാനത, ആ ഇക്വാളിറ്റി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ആ കാൽവരി ദൈവമായിട്ടുള്ള ബന്ധവും വിട്ടു. കുറച്ച് സമയത്തേക്കാണെങ്കിലും. ശരീരത്തിൽ പാടുപീഡകളേറ്റത് വേറെ. ഇതെല്ലാം കർത്താവിന്റെ പീഡകളിൽ വരുന്നതാ. കാരണം ദൈവം അത് നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ദൈവം അല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല ദൈവം ഒരു മനുഷ്യനായി തീരുന്നതിന് മാത്രം എത്രമാത്രം സാക്രിഫൈസ് ഉണ്ടെന്നുള്ളത്. യഥാർത്ഥത്തിൽ
അതും കർത്താവിന്റെ സാക്രിഫൈസ് തന്നെയാണ്. നമ്മൾ അതും കൂടെ ചിന്തിക്കണം. കർത്താവിന്റെ സാക്രിഫൈസ് ചിന്തിക്കുമ്പോൾ ദൈവത്വം വിട്ട് മനുഷ്യനായി തീർന്നത് ഈ ശരീരത്തിലേറ്റതിനേക്കാളും വലിയൊരു പാടുപീടകളാണ് അത് ശരീരത്തിലേറ്റൊക്കെ. കാരണം കർത്താവിനെ ലോകം കരുതി കർത്താവ് അവിടെ തീർന്നെന്ന്, റോമൻ സാമ്രാജ്യവും യഹൂദരും കരുതി തീർന്നെന്ന്. പക്ഷെ കൊളോസ്യ ലേഖനം 2:14 പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് പാടുപീടകൾ ശരീരത്തിൽ ഏറ്റാലും കർത്താവ് ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു. ശരീരത്തിനെ പാടുള്ളൂ, ശരീരത്തിന് വേദനയുണ്ട്, പക്ഷെ ഉള്ളിൽ ആത്മാവിൽ സന്തോഷിക്കുകയായിരുന്നു. കാരണം യശയാപ്രവചനത്തിൽ പറയുന്നുണ്ട്, അവന്റെ സന്തതിയെ കാണും. ഈ വേദനകളും യാതകങ്ങളിലും എല്ലാം ഇടയിൽ അവൻ കുരിശിൽ കിടന്നുകൊണ്ട് അവന്റെ സന്തതിയെ കാണുന്നുള്ളൂ. ഇതായിരുന്നു കർത്താവിന്റെ യാഗത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അവനുവേണ്ടി കുറെ സന്തതികളെ ഉണ്ടാക്കുക. അതിനുവേണ്ടി കുറെ സന്തതികളെ ഉണ്ടാക്കുന്നതിൽ കർത്താവ് സന്തോഷിച്ചു. കാരണം നമ്മളെ വീണ്ടെടുത്തു. കൊലോസ്യ ലേഖനം 2:14 നോക്കുന്നത് നല്ലതാണ്. സകല നിബന്ധനയോടുകൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി. അത് കുരിശിൽ അവൻ അസാധുവായി. പ്രമുഖന്മാരെയും അധികാരികളെയും അവൻ നിരായുധരായി. അവരുടെ മേൽ കുരിശാൽ വിജയം വരിച്ച് അവരെ പരസ്യ പരിഹാസ വിഷയമായി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നിയമത്തിന്റെ സകല എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു. കാരണം നിയമത്തിന്റെ സകല ചിന്തകളോടും കൂടി നമുക്കെതിരെ ചില ബൈബിളിൽ POC ബൈബിളൊക്കെ ഞാൻ ആദ്യം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് എഴുതിയേക്കുന്ന അവൻ നമുക്ക് ദോഷകരമായ എന്ന ലിഖിത നിയമത്തെ അസാധുവാക്കുന്ന, പക്ഷെ അസുഖത്തിലെ നിയമത്തെ അല്ല അസാധുവാക്കിയത്, നമുക്കെതിരെ എന്ന പ്രമാണപത്രമാണ്. നമുക്കെതിരെ പ്രമാണപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. അതൊരു ചാർജ് ഷീറ്റാണ്. അത് പോലീസുകാരൊക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോടതി കൊടുക്കുമ്പോൾ ഒരു ചാർജ് ഷീറ്റോടെ കോടതിക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതിനെ ബേസാണ് ജഡ്ജി വിധിക്കുന്നത്. അപ്പൊ ആ ചാർജ് ഷീറ്റ്, നമുക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടായിരുന്നു. കാരണം പാവം ചെയ്ത മനുഷ്യർക്കെല്ലാം ഒരു ചാർജ് ഷീറ്റ് ഉണ്ട്. കാരണം അത് പിശാച് അത് പൊക്കി പിടിച്ചോണ്ട് ദൈവത്തിന്റെ അടുത്ത് ഇതാ ഇവന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് ഇതാ. കാരണം മോശയ്ക്കെതിരെ പോലും പിശാച് തർക്കിച്ചെന്നാ പറയുന്നത്. മോശയുടെ ശരീരം കിട്ടാൻ പോലും തർക്കിച്ചെന്ന് നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ചാർജ് ഷീറ്റ് ഉള്ളിടത്തോളം കാലം ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ മേലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ പിശാചിന്റെ കീഴിലായി പോയി നമ്മള്. കാരണം ആ ചാർജ് ഷീറ്റ് ഉണ്ട്, നമുക്കെതിരെയുള്ള കുറ്റപത്രം, പ്രമാണപത്രം, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്റ്റ്. കാരണം പാവത്തിന്റെ ശമ്പളം മരണമാണ്, ദൈവിക നീതി. കാരണം ദൈവത്തിനൊന്നും ചെയ്യാതെ പറ്റാതിരുന്ന അവസരത്തിലാണ് ഈ ചാർജ് ഷീറ്റ് ഉള്ളിടത്തോളം കാലം ദൈവത്തിന് നമ്മുടെ മേൽ ഒരു കരുണയും കാണിക്കാനും ഒരു കൃപ കാണിക്കാനും പറ്റത്തില്ല. പക്ഷെ അതിനെ എങ്ങനെ നീക്കി? അത് പ്രമാണപത്രം, ആ ചാർജ് ഷീറ്റ് കർത്താവിന്റെ ബ്ലഡ് കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ഇനി നമ്മുടെ മേൽ ചാർജ് ഷീറ്റ് ഇല്ല. ചാർജ് ഷീറ്റിലുണ്ടെങ്കിലും അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. കാരണം അത് മായ്ച്ചു കളഞ്ഞു. അതാ പറഞ്ഞേക്കുന്നത്, നമുക്കെതിരെ പ്രമാണപത്രം അവൻ റദ്ദാക്കി, അല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞു. ഇനി നമുക്കെതിരെ പ്രമാണപത്രം ഇല്ല. ആ കുറ്റപത്രം നമുക്കെതിരെ നിലനിൽക്കാത്തത് കൊണ്ട് ദൈവം നമ്മളോട് കൃപ കാണിച്ചു, ദൈവം നമ്മളുമായിട്ട് രമ്യപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഈ പ്രമാണപത്രം നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത് നിയമത്തിലൂടെയാണ് വന്നത്. അല്ലെങ്കിൽ അത് നിയമലംഘനം മൂലം നമുക്ക് ആ പ്രമാണപത്രം നമുക്കെതിരെ നിന്നിരുന്നത്. അതിനെയാണ് കർത്താവ് റദ്ദാക്കിയിട്ട് നമ്മളെ വീണ്ടെടുക്കുന്നത്. അപ്പോൾ കാരണം അങ്ങനെ പാവം ചെയ്ത വ്യക്തി ചെയ്ത മരണത്തിന് അവൻ ഈ സപ്പോസ് ടു ഡൈ അല്ല. ഇപ്പം ഐസ്യ 28:18 വായിക്കുന്നുണ്ട് നമ്മള്, നിങ്ങൾ മരണവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു, പാതാളമായിട്ടൊരു കരാർ ഏർപ്പെട്ടു. ഐസ്യ 28:18 വായിക്കുന്നതല്ല. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി റദ്ദാക്കപ്പെടും, പാതാളവുമായുള്ള നിങ്ങളുടെ കരാർ നിലനിൽക്കില്ല. അപ്പൊ മരണവുമായിട്ട് നമ്മളൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. വൈസിന്നി നമ്മൾ പാവികളായിരുന്നപ്പോൾ നമ്മൾ മരണത്തിന്റെ കീഴിലായിരുന്നു. നമുക്ക് മരണമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു, പാതാളമായിട്ടൊരു കരാറുണ്ടായിരുന്നു. ഈ കരാറും ഉടമ്പടിയാണ് കർത്താവ് കുരിശിലെ റദ്ദാക്കി നമ്മളെ വീണ്ടെടുക്കുന്നത്. ഈ പ്രമാണപത്രം നമുക്കെതിരെ നിലനിൽക്കുന്നതോളം കാലം കർത്താവിന് നമ്മളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. കർത്താവ് കുരിശിലെ കർത്താവിന്റെ ആ രക്തത്താല് അതിനെല്ലാം, ആ പ്രമാണപത്രത്തിലെ എല്ലാ വാക്യങ്ങളെയും കർത്താവ് മായ്ച്ചു കളഞ്ഞ് നമ്മളെ ക്ലീൻ ആക്കി ദൈവസന്നിധിയിൽ നിർത്തിയേക്കുവാണ്. കാരണം പിന്നെ ഭൂമിയിലെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പം പലർക്കും ഒരു സംശയം വരും. മാത്യു 5:5 നോക്കുന്നത് നല്ലതാണ്. കാരണം ഞാനും അങ്ങനെ ആദ്യം ചിന്തിച്ചിരുന്നു. മാത്യു 5:5 സൗമ്യശീലർ സൗഭാഗ്യന്മാർ ഭൂമി അവർ അവകാശമാകും. കാരണം നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും സൗമ്യശീലരായിട്ട് ആൾക്കാർ ഭൂമിയിൽ കുറെ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്ന നമുക്ക് തോന്നുന്നു. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ചിന്തയാണ്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചപ്പം സൗമ്യശീലർ ഭാഗ്യവന്മാർ ഭൂമി അവർ അവകാശമാക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കൊരു സംഭവം. കാരണം സൗമ്യശീലരായ കൂടുതൽ വസ്തുക്കളൊക്കെ മേടിച്ചു കൂട്ടാന്നുള്ള ചിന്ത ആദ്യം വന്നത്. പക്ഷെ വാസ്തവത്തിൽ പിന്നെ കൂടുതൽ
ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി എന്താണ് ഈ ഭൂമി അവിടെ എഴുതിയേക്കുന്നത്? ഭൂമി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത് ഈ ഗ്രീക്കിൽ ഗേ എന്നും പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന്റെ ശരിയായ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോയിൽ, ലാൻഡ്, റീജിയൻ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഭൂമി എന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ICA 57:13 ചെല്ലുമ്പോൾ നമുക്ക് ക്ലിയർ ആകും എന്താണ് ICA 57:13. നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹക്കൂട്ടം നിന്നെ രക്ഷിക്കട്ടെ. അവയെ കാറ്റ് കൊണ്ടുപോകും, അവയെ ഒരു നിശ്വാസം നീക്കിക്കളയും. എന്നാൽ എന്നിൽ അഭയം തേടുന്നവൻ ദേശം കൈവശമാക്കും, എന്റെ വിശുദ്ധ പർവ്വതം അവകാശമാക്കും. ആ സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാൽ എന്നിൽ അഭയം തേടുന്നവൻ ദേശം കൈവശമാക്കും, എന്റെ വിശുദ്ധ പർവ്വതം അവകാശമാക്കും. ആ സെയിം വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് ആ ലാൻഡ് എന്നുള്ള അതിന്റെ ഹീബ്രു മീനിങ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രദേശം, കർത്താവിന്റെ കിങ്ഡം അവകാശമാകും, അല്ലെങ്കിൽ കർത്താവിന്റെ ദേശം, കർത്താവിന്റെ പർവ്വതത്തിൽ നമ്മൾ അവകാശം നേടും എന്നുള്ളതല്ല. ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ആകുന്നല്ല. അപ്പൊ എനിക്കിത് ഉണ്ടായിരുന്ന ഒരു സംശയമാണ്. കാരണം ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ്ങിന് വിരുദ്ധമാണല്ലോ. നമ്മൾ ഭൂമിയെ അവകാശമാക്കും എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആകും എന്നുള്ളതാണ് ഒരു മീനിങ് അതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷെ അത് ആക്ച്വലി നമ്മുടെ ഭൂമിയിലെ ഈ കാണുന്ന ഭൂമിയിലെ വസ്തുക്കളല്ല, കർത്താവിന്റെ വിശുദ്ധ പർവ്വതം അല്ലെങ്കിൽ കർത്താവിന്റെ ദേശം നമ്മൾ അവകാശമാക്കും എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇപ്പം നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇപ്പം കർത്താവ് പറഞ്ഞു, മരണത്തില് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ഇതുപോലെ അനുഗ്രഹം എന്താ നമുക്ക് വേണ്ടത്? ഏതാനും ഭൗതിക സംഗതികൾ, ഏതാനും നാളത്തേക്ക് ജീവിക്കാനുള്ള, മരണത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അനുഗ്രഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ നമ്മൾ പ്രീതികരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പാട്ട് പുസ്തകത്തിലെ 399 പാട്ട്, 399.
വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യ പദവിയെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചല്ലോ. ഞങ്ങളെ സ്വർഗീയ സ്ഥാനങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. എന്നിൽ വിശ്വസിക്കുകയും എന്റെ വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. നാം ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഉന്നതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഞങ്ങളുടെ സ്നേഹനിധിയുടെ അടുത്താണല്ലോ ഞങ്ങൾ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. എന്നാൽ മക്കൾ എന്ന നിലയിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കണമെന്ന് ദൈവം കൽപ്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും അടുത്ത തുണ അവിടെ നിന്നാണല്ലോ. ഞങ്ങളുടെ കണ്ണീര് കാണുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ലിസിയുടെ ആ ഷോൾഡർ പെയിൻ കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കുന്നു. ഞങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണല്ലോ. ഞങ്ങളുടെ ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ഞങ്ങൾക്കുള്ളത്. ആകയാൽ കർത്താവെ, ശരീരത്തിന് സൗഖ്യം നൽകണം. ഏവലിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതോർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. സിനിയുടെ കൂട്ടുകാരി ഷെറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം നൽകണം. എബിയുടെ യാത്രയിൽ കൂടെ സഹായിച്ചതോർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. തുടർമാനമായിട്ട് യാത്രയുള്ള ജോലിയാണല്ലോ. കർത്താവിന്റെ കരുതലും കാവലും എപ്പോഴും ഉണ്ടാകേണ്ടതിന് വേണ്ടി യാചിക്കുന്നു. കർത്താവെ, തന്റെ ഭക്തരുടെ മേലെ അവിടുന്ന് കണ്ണു നട്ട് സംരക്ഷിക്കുന്നവർക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ മേൽ കർത്താവിന്റെ ദൃഷ്ടികൾ ഓർപ്പിച്ചിരിക്കുന്നവരുടെ ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് പൂജിച്ച് കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രിയ എബിയെ കർത്താവ് സഹായിക്കണം. ടിങ്കുന്റെ യാത്രയിൽ കർത്താവ് കൂടെ സഹായിച്ചതോർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ജിജോയുടെ യാത്രയിൽ കർത്താവ് കൂടെ സഹായിക്കണം, സംരക്ഷിക്കണം. ജിനിയുടെ പേരൻസും ബ്രദേഴ്സും ഒക്കെ ബ്രദറും വൈഫും ഒക്കെ വന്നോർത്ത് യാത്രയിൽ സംരക്ഷിച്ചതോർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അവരോടുകൂടെയുള്ള വാസം കർത്താവിനെ കൂടുതൽ അടുത്തറിയുവാൻ ദൈവം മുഖാന്തരങ്ങളും വഴികളും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളും മുഖാന്തരം മറ്റുള്ളവർ കർത്താവിനെ അറിയണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. കർത്താവ് സഹായിക്കണം. മിലന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മിലൻ കർത്താവ് ഇവിടെ വരികയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തോർത്ത് കർത്താവെ, മഹത്വം കർത്താവിനെ ഞങ്ങൾ കരയേറ്റുന്നു. മിലന താമസിക്കുന്ന സ്ഥലത്ത് ക്രിസ്തീയ ജീവിതത്തിന് സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് സ്ഥലം വിറ്റ് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവെ, വഴിയൊരുക്കണം. കർത്താവെ, ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. മിലന്റെ ആ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ദാഹത്തെ കർത്താവ് മാനിക്കണം. ഏറ്റവും നല്ല ഒരു കൂട്ടായ്മയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കർത്താവ് മാറി താമസിക്കാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിബിയുടെ അപ്പച്ചനെ ഓർത്ത് മാത്തുക്കുട്ടിച്ചായനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനൊക്കെ കഴിയുന്ന കേട്ടുള്ള കർത്താവ് ഏറ്റവും സൗഖ്യം നൽകണം. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. ജോണിന്റെ ഫൈനൽ പേപ്പറിന്റെ കാര്യം അങ്ങേ ഫലമേൽപ്പിക്കുന്ന കർത്താവ് സഹായിക്കണം. കർത്താവെ, ആ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞവരോട് കർത്താവ് ക്ഷമിക്കണം. കർത്താവ് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, അവരോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടി യാചിക്കുന്നതിന്റെ ഫൈനൽ കാര്യങ്ങളിലും കർത്താവിന്റെ മനസ്സറിവിനായിട്ട് യാചിക്കുന്നു. കർത്താവ് എന്ത് തീരുമാനമാണെങ്കിലും സ്വർഗത്തിന്റെ തീരുമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് സന്തോഷത്തോടെ കീഴടങ്ങിയിരിക്കാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം. കർത്താവ് ഈ യൂണിവേഴ്സിന്റെ ജഡ്ജാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം മുഴുവൻ നീതി നടപ്പാക്കുന്നവൻ. ഞങ്ങളുടെ കാര്യത്തിൽ നീതി നടപ്പാക്കാതിരിക്കുന്ന സംഭവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിച്ച് വചനത്തിനനുസൃതമായിട്ടുള്ള ഒരു മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുവാൻ ജൂവലിനെ സഹായിക്കണം. കർത്താവ് ഉദ്ദേശിക്കുന്ന ജീവിത രീതിയിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റോയിച്ചായനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം നൽകണം. വീണ്ടും അതിന് റൈറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഷ്ടത്തിന്റെ നടുവിൽ കർത്താവെ, കഷ്ടത്തിൽ ആശ്വാസമായിട്ടുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവം വഴിയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജന്റെ അടുത്ത ആഴ്ചയുള്ള കോഴ്സിൽ കർത്താവ് സഹായിക്കണം. ദൈവം ചെയ്യുവാനും എന്റെ ലക്ഷ്യം നിറവേറ്റുവാനും കർത്താവ് സ്വർഗത്തിൽ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ജോലിക്ക് മുഖാന്തരമാണ്. സെലിന്റെ മമ്മി പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങളുടെ കരുത്തിലോട്ട് സമർപ്പിക്കുന്ന കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രിയ ചേച്ചി, കർത്താവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ദൈവമേ,
ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം കർത്താവെ. ഞങ്ങളുടെ സുവിശേഷം മൂടുപടമണിഞ്ഞിരിക്കുന്നതാണ് എങ്കിൽ അത് ഈ ലോകത്തിന്റെ ദേവനവരുടെ ആത്മീയ നേത്രങ്ങളെ കൂടാക്കിയിരിക്കുന്നുണ്ടാണല്ലോ കർത്താവെ. ആത്മീയ നേത്രങ്ങളെ അവിടെ തുറക്കണം. കർത്താവിനെ കാണുവാൻ, ക്രിസ്തുവിന്റെ മഹിമയാർന്ന സുവിശേഷം വെളിച്ചം കാണുവാൻ ഡാഡിയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീത ചേച്ചി പറഞ്ഞ സ്തോത്ര വിഷയങ്ങളുടെ കാര്യത്തിലോട്ട് സമർപ്പിക്കുന്നു. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ സഹനത്തിൽ നിന്ന് വിടുതൽ നൽകിയവർക്ക് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവെ. പരീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴുത്തിന്റെ വേദന കർത്താവെ പൂർണ്ണമായിട്ട് സൗഖ്യം നൽകണം കർത്താവെ. ഞങ്ങളുടെ ശരീരം കർത്താവിൻ്റെതാണല്ലോ. ആ ശരീരത്തിലെ എല്ലാ കുഴപ്പങ്ങളും കർത്താവ് അറിയുന്നു. കർത്താവ് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകണം. കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ടൊക്കെ നൽകി ഗ്രീഷ്മയുടെ വസ്തിയെ കിട്ടുവാനും കർത്താവ് സഹായിക്കണം. തക്ക സമയത്ത് കിട്ടുവാൻ കർത്താവ് കരുണ കാണിക്കണം. ദീപുവിന് ഉണ്ടായ ആ രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകിയല്ലോ. മോനും കുടുംബമായിട്ട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോണിയുടെ യാത്രയിൽ കർത്താവ് സംരക്ഷിക്കണം. ലിയോയ്ക്ക് കർത്താവെ 1 വർഷം കൂടി ആയുസ് നൽകിയവർക്ക് കർത്താവെ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ദൈവമേ, ഞങ്ങൾ ഒരു ദിവസം ജീവിക്കുന്നത് കർത്താവിന്റെ കരുണ കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആ കാലേബ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർക്കുന്നു. ഇന്നയോളം കർത്താവ് എന്നെ ജീവനോടെ നിലനിർത്തി. കർത്താവ് ജീവനോടെ നിലനിർത്തിയത് കൊണ്ടാണ് കർത്താവെ ഞങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ആ ഭയത്തോടെ ജീവന്റെ ഉടയവനായിട്ടുള്ള കർത്താവിന്റെ മുമ്പിലും ഏറെ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ലിയോയ്ക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച നൽകണം കർത്താവ്. കാലത്തിനനുസരിച്ചുള്ള വളർച്ച, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള വളർച്ച കർത്താവ് നൽകണം. ഞങ്ങളെല്ലാവരും ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ജീവിക്കുവാൻ അതിനുള്ള സ്വർഗീയ കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവെ. ഞങ്ങൾ ഒരിക്കലും ആത്മീയമായിട്ട് വളരാത്തവരായിട്ടല്ല, കൂടുതൽ ഐശ്വര്യമായിട്ട് ജീവിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ജിൽസിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ കർത്താവെ, ഏറ്റവും നന്മയായിട്ടുള്ള കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനുവിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി കരയേറ്റുന്ന. അസിഡിറ്റിക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകിയല്ലോ കർത്താവെ. അവിടുന്ന് സൗഖ്യം നൽകുന്ന ദൈവമാണല്ലോ കർത്താവെ. അവിടുന്ന് ഇനി അത് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ കർത്താവെ ശരീരത്തെ അവിടുന്ന് സംരക്ഷിക്കണം. കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവിന്റെ അടിപ്പണികളാൽ രോഗസൗഖ്യമുണ്ട്. അവിടുന്ന് കാകുൽത്താലെ ഞങ്ങളുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഒക്കെ വഹിച്ചതോർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കിച്ചുവിന് നൽകിയ സൗഖ്യത്തിനായിട്ട് നന്ദി. മാഷിന്റെ ട്രെയിനിങ്ങിൽ കർത്താവ് സഹായിക്കണം. ഞങ്ങളെല്ലാം അങ്ങയുടെ തരത്തിലോട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. യാത്രയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലായിരിക്കുന്ന എബിൻസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സോണിയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സോണിയുടെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം കർത്താവെ. ഞങ്ങളെല്ലാം കർത്താവിന്റെ ശക്തമായിട്ടുള്ള കരങ്ങൾക്ക് കീഴിലാണല്ലോ. ഞങ്ങളെ സ്പർശിക്കുവാൻ ശത്രുവിനെ അവിടുന്ന് അനുവദിക്കില്ലല്ലോ കർത്താവെ. അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് കരയേറ്റുന്നു. ഏറെ താഴ്മയോടെ ജീവിക്കുവാൻ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത് പ്രൗഡായിട്ടുള്ള മനുഷ്യനാണല്ലോ കർത്താവിൽ ആശ്രയിക്കാത്തതാകിയാൽ ദൈവമേ ഞങ്ങളുടെ എല്ലാ അഹങ്കാരവും കളഞ്ഞ് ഏറെ താഴ്മയോടെ കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുവാൻ, കർത്താവിൽ മാത്രം ശരണം വെച്ച് ജീവിക്കുവാൻ മറിയത്തോട് കർത്താവ് പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. ഒരു മനുഷ്യ ജന്മത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, കർത്താവിന്റെ സാന്നിധ്യമാണത് കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഏറെ താഴ്മയോടെ ജീവിക്കുവാൻ, കർത്താവിനെ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കാണുന്നവർ കർത്താവിനെ കാണണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനി ഞങ്ങൾ ജീവിക്കുന്നതോ ദൈവത്തിനുള്ള വിശ്വാസത്താൽ ജീവിക്കാൻ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അവിടുന്ന് കേട്ടറിയണമേ.